നമസ്കാരം. ഫ്ലവേഴ്സ് ടിവിയുടെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം. വെൽക്കം നസീർക്ക, ബിജുക്കുട്ടൻ ചേട്ടാ ആൻഡ് മണിക്കുട്ട. സ്വാഗതം. അങ്ങനെ ഒരാളോടായി ആ പാനലില്. അതെ അതെ, ഒരുപാട് പേര് പുറത്ത് നിപ്പുണ്ട് ഇനിയും അല്ലേ? നമ്മുടെ ഷോ കാണാറുണ്ടോ, പിന്നെ ഫോളോ ചെയ്യാറുണ്ടോ? എനിക്ക് ഈ പറയുന്ന പോലെ ഇന്ന് ചിരിക്കുക എന്ന് പറയുന്നത് വലിയ കഷ്ടമുള്ള കാര്യമാണ്. ചിരിപ്പിക്കുക അതിലും വലിയ കഷ്ടം. അപ്പോൾ തീർച്ചയായിട്ടും ഷൂട്ടിംഗ് ഇല്ലാത്ത സമയത്ത് ഞാൻ പ്രോഗ്രാം കാണാറുണ്ട്. പിന്നെ നമ്മുടെ ചോട്ടാമ്പേല് സുശീലനാണല്ലോ എൻ്റെ സുഹൃത്ത്. പിന്നെ നസീർക്ക ഞാൻ ഒരുപാട് ആരാധിക്കുന്ന കലാകാരനാണ്. പിന്നെ ജീവ നമ്മുടെ ക്രിക്കറ്റ് എന്താ പറയണ്ടേ മേറ്റ്. അപ്പം ഞങ്ങൾ തീർച്ചയായിട്ടും കാണാറുണ്ട്. എൻ്റെ കുടുംബത്തോടൊപ്പം തന്നെ ഞാൻ കാണാറുണ്ട്. അപ്പോൾ ഇതുവരെ ഫോണിൽ ടി വിയിലൊക്കെ കണ്ട സ്കിറ്റ് നമ്മുടെ ആർട്ടിസ്റ്റുകൾ ഡയറക്റ്റായിട്ട് നമ്മുടെ ഈ ഫ്ലോറിൽ വേറെ തന്നെ ഐറ്റങ്ങൾ ഇപ്പം നമുക്ക് മുമ്പ് നമ്മുടെ പ്രേക്ഷകർക്ക് മുമ്പ് ഇപ്പോൾ ഇറക്കും. ഓരോ ഐറ്റമായിട്ട് കാണുക, ആസ്വദിക്കുക, നന്നായിട്ട് ചിരിക്കുക അല്ലേ ബിജുക്കുട്ടൻ? തീർച്ചയായിട്ടും മനസ്സ് മതി മറന്ന് ചിരിക്കുക, അതാണ് നമ്മൾ കൊടുക്കുന്ന ഓഫർ. ഇന്നത്തെ എല്ലാ സ്കിറ്റും മണിക്കുട്ടനുള്ളതാണ്. ആദ്യത്തെ സ്കിറ്റ് എടുക്കട്ടെ. ഫ്ലവേഴ്സ് കോമഡി ഐറ്റം വേറെ, ഒരു പുതിയ ടീം, ഒരു പുതിയ കോമ്പിനേഷൻ, ഒരു പുതിയ ആള്. അവരുടെ സ്കിറ്റാണ് കാണാൻ പോകുന്നത്. റജി ചേട്ടനുണ്ട്, റജി തിരുവല്ലയുണ്ട്, വിനോദേട്ടനുണ്ട്, കൂടെ നമ്മുടെ കുടുംബത്തിലേക്ക് പുതിയൊരാളുടെ അരുൺ നടരാജ്. നല്ലൊരു കൈയടി. ഒരു പുതിയ ടീം വേറെ. എന്നെ കൂടെ കൊണ്ടുവന്ന് രാജൻ, ഇതെന്തൊരു കഷ്ടമാണ്. യുദ്ധം എന്ന് കേൾക്കുമ്പോഴേ ഇങ്ങനെ പേടിച്ചോടുന്ന എന്തിനാ രാജൻ? താൻ ഒറ്റ കാരണമാണ് ഈ യുദ്ധം ഇപ്പോൾ ഉണ്ടായത്. ആനന്ദോ ഇത് എടാ, സന്ധി സംഭാഷണത്തിന് ഞാനും ശത്രുരാജാവും കൂടെ കുതിരപ്പുറത്ത് വന്ന് മുഖാമുഖം നോക്കി സന്ധിയിൽ ഏർപ്പെട്ടപ്പോൾ താൻ എന്തുവാണോ ചെയ്തത്? ഞാൻ എന്തോ ചെയ്യാനാ? ഈ സമാധാനത്തിന്റെ നിറം എന്തോ വെള്ളയല്ലയോ? അത് കാണിച്ചതാണോ ഇത്ര വലിയ കുറ്റം? ഈ വെള്ള ഞാൻ ഈ ഇട്ടിരുന്ന ഡ്രസ്സിന്റെ അടിയിലായി പോയി. അത് ഇത്ര വലിയ തെറ്റാണോ? എന്നാലും ശത്രുരാജാവിനെ തുണി പൊക്കി കാണിക്കാൻ സമ്മതിക്കരുത് കേട്ടോ. ഞാനാരെ തുണി ഒന്നും പൊക്കി കാണിച്ചില്ല. ഇല്ലേ? ഇല്ല. മന്ത്രി എന്തോ ഇതെന്താ അടിപ്പാവാട കൊടുത്തോണ്ട് വന്നിരിക്കുന്നത്? എനിക്ക് അടിപ്പാവാടെങ്കിലും ഉണ്ട്. രാജഗുരു ഓടിയത് ഒരു കീറിയ നൈറ്റ് കിട്ടോണ്ടാ. അയ്യോ, സത്യം പറയണം, നിങ്ങൾ രണ്ടുപേരും ഏത് യുദ്ധത്തിനാ പോയത്? അതാണോ ഇവിടുത്തെ പ്രശ്നം? എന്റെ പൊന്നു രാജൻ, ആരോ വരുന്നു. ആര് വന്നാലും കയറിയിരിക്കാൻ പറയൂ. എന്റെ പൊന്നിനെ ഇറക്കാൻ ഇങ്ങോട്ട് മാറി അമ്പ് കുത്തി ചാവുന്നതാ. എടോ, ഞാനൊരു രാജാവാണോ? അതിന് എന്നെ കയറിയാണോ ഏതാന്ന് വിളിക്കുന്നത്? രാജാവാന്ന് തോന്നണ്ടേ? ഇത് തോന്നുന്നില്ലേ? ഭയങ്കര തോൽവിയാ നിങ്ങള്. ദൈവമേ, എന്നാലും ഇത്രയും ലുക്കില്ലാത്ത എന്നെ എന്തിനു രാജാവാക്കി? എന്റെ അമ്മായിപ്പ മഹാരാജാവ് പ്രത്യേകം പറഞ്ഞതാ, ഈ രാജാപ്പണി വേണ്ട, രാജാപ്പണി വേണ്ട, രാജാപ്പണി വേണ്ട. കുണ്ഠിതപ്പെടാതിരിക്കൂ രാജൻ, കുണ്ഠിതപ്പെടാതിരിക്കൂ. അത് ഞാനല്ലേ പറയേണ്ടത്? എന്ത് ഈ പറഞ്ഞ സാധനം രാജൻ, രാജൻ, ശത്രു സൈന്യം ഇരച്ചു കയറി വരുന്നു. എന്തെങ്കിലും ചെയ്യൂ. ഈ പൊന്നുകുട്ട മഹാരാജാവ് ഇവിടെ ഉള്ളപ്പോൾ എന്റെ നെഞ്ചത്ത് അവിടെ തന്നെ തൊടാൻ പോലും കിട്ടില്ല. ഇത് സത്യം, സത്യം, സത്യം. ഇയാള് സത്യം. ഞാൻ എന്റെ ചോര എന്തിനാണോ എടുത്ത് തൂത്തത്? അയ്യോ, എനിക്ക് ചോരയില്ലടോ. ഞാൻ അതിലല്ലേ മാർദള കഴിക്കുന്നത്. എനിക്ക് കൗണ്ട് കുറവാണ്. കൗണ്ട് കുറവോ? കൗണ്ട് കുറഞ്ഞാലും വേണ്ടിയില്ല, കൗണ്ടർ കുറയാതിരുന്നാ മതി. രാജൻ, എന്തെങ്കിലും ഒന്ന് ചെയ്യൂ, എനിക്ക് പേടിയാകുന്നു. എന്തിനു പേടിക്കണം? വീരനും ധീരനും ശൂരനും പരാക്രമവും പറയണ്ടേ? അത്രയ്ക്കൊന്നുമില്ല. വേണ്ട, ചേരാത്തത് എന്തോ പറയുന്ന പോലുണ്ട്. എന്നാ വേറെ ചെറുതായിട്ടൊന്നും പറഞ്ഞാലോ? മാറ്റി പിടിച്ചു നോക്കിയേ. ആക്രമിക്കൂ. അയ്യോയ്, അമ്മച്ചി അന്നിന് പറഞ്ഞതാ യുദ്ധത്തിന് പോണ്ടെന്ന്. എന്നെ ഒറ്റയ്ക്കാക്കിട്ട് രാജൻ പോ. പിച്ചുക്കുട്ടൻ രാജാവേ, പിച്ചുക്കുട്ടൻ രാജാവേ, ഇവിടെ വന്ന് വിളിച്ചിരിക്കുകയാണ്. മന്ത്രിമാരും ഉണ്ടല്ലോ കൂട്ടിന്. അതെ, ഈ രാജാവിന്റെ ഉടുപ്പൊക്കെ ഇട്ടട്ടെ എന്റെ കൂടെ ഒരു പുള്ളി ഉണ്ടായിരുന്നേ. ആ പുള്ളിയെ കണ്ടായിരുന്നോ? ഇവിടെ വന്ന് വിളിച്ചിരിക്കുകയായിരുന്നോ? ഞാൻ പള്ളിയെ കാണിക്കാം. അങ്ങനെയാണെങ്കിൽ നാളെ മുതൽ നമ്മൾ തമ്മിൽ ചുത്തം.
ഇനി അങ്ങോട്ട് കയറിച്ചാല് അവര് വിചാരിക്കുന്നോണ്ടാ നമ്മുടെ രാജ്യം ഇനി മുന്നോട്ട് നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. അതും കൂടി ഇല്ലാതാക്കല്ലേ. എന്നാ ഒരു കാര്യം ചെയ്യ്, ആ യുദ്ധം ക്യാൻസൽ. ക്യാൻസല്. നിങ്ങളിവിടെ കുഞ്ഞു കളിച്ച് നിന്നിട്ടൊന്നും കാര്യമില്ല. ശത്രുരാജ്യത്തിന്റെ കയ്യിലെ പീരങ്കി ഉണ്ടെന്നാ കേട്ടത്. അത് കൊണ്ടുവന്നാ നിങ്ങളുടെ തല അതിനകത്ത് കയറ്റി വെച്ച് പൊട്ടിച്ച് ചെളറിച്ച് പിന്നെ വാക്കും. മനസാക്ഷിയില്ലാത്ത വർത്താനം പറയാതെ മന്ത്രി. എന്താ യുദ്ധമെന്ന് കേട്ടപ്പോ തന്നെ പ്രഷറിന്റെ ഗുളിക നാക്കിന്റെ അടിയിലോട്ട് ഇരിക്കുന്നത് എന്റെ അടിക്ക് പീരങ്കി കൊണ്ട് തല പൊട്ടിത്തെറിക്ക് വന്നത്. എല്ലാ മനുഷ്യനാണോ? അപ്പൊ പേടിയുണ്ടേ? ചെറുതായിട്ട് പേടിയുണ്ടെന്ന് സമ്മതിച്ചേ. അങ്ങനെയാണെങ്കിൽ ഒരു കാര്യം ചെയ്യാം. നമ്മൾ ഇവിടെ ഇരിക്കുന്ന വിവരം പുറത്തൊരാളും അറിയാൻ പാടില്ല. ഒരു ശബ്ദം പോലും ഉണ്ടാക്കാതെ പരമ രഹസ്യമായിട്ട് ഇവിടെ നമുക്ക് യുദ്ധം കഴിയുന്നത് വരെ ഒളിച്ച് ഇരിക്കാം. അങ്ങനെ ഇവിടെ പമ്മിയിരിക്കാം. എന്തുവാ കാണിച്ചേ? പമ്മിയിരുന്നാടോ? രാജാതിരാജൻ രാജഗോകുലം ഉളവൈപ്പ് വാഴും തമ്പുരാൻ ഒളിച്ചിരിക്കുന്നിടത്തേക്ക് ഞാനിതാ എഴുന്നള്ളുന്നേ. അയ്യോ അയ്യോ രാജാവേ രാജാവേ രാജാവേ. ഒളിച്ചിരിക്കുന്ന വിവരം പെരുമ്പറ കൊട്ടി വിളിച്ചു പറയുന്ന ചേറ്റ. രാജാവേ. കല്ലും കെട്ട വല്ലതും കിട്ടുമോ? കല്ലും കട്ട എന്തിനാ? ഒറ്റ അവനെ താഴെ ഇടാനാ. ഭയങ്കര ഉന്നാണെന്നല്ല ഒറ്റ ഇറക്കി താഴെ ഇടാനായിട്ട്. ഒരു കാര്യം ചെയ്യ്, അമ്പും ബില്ലും എടുക്ക. അമ്പും ബില്ലും എടുക്ക. നിന്നെ ഞാൻ ശരിയാക്കോടാ. അതുകൊണ്ട് പറ്റുന്ന പണി ചെയ്യാണെന്ന്. എനിക്ക് അതിന്റെ കീ അറിയാമെങ്കിൽ ഓഫ് ചെയ്തേ. എല്ലാം തുടങ്ങി വെക്കും. എന്നിട്ട് ഞാൻ ചെന്നത് വിളിച്ച ആളെ കൂട്ടാണ്. കൊല്ലുകൂടാ നമ്മളെ. പലത്തടവാ. പലത്തടവന്നോ? പണത്തലവാ. പുള്ളി പറഞ്ഞത് ശരിയാ. പണത്തലവാനാണ് പുള്ളി പറഞ്ഞത് ശരിയാ. എന്ത്? നീ പലയിടത്തും പോയി തടവുന്നതായിട്ടൊരു റിപ്പോർട്ട് കിട്ടിയിട്ടുണ്ട്. അതുകൊണ്ട് നീ പല തടവൻ. മനസ്സിലായോ? ഏതാ നീ യുദ്ധത്തിന് പോണോ? ഇങ്ങോട്ട് നിങ്ങൾ രണ്ടുപേരും ഒളിച്ചോടിയിട്ട് എന്റെ തല അടവിട്ട് അറുത്തിടാനുള്ള പരിപാടിയല്ലേ നിങ്ങൾ? യുദ്ധം നടക്കുന്നത് അങ്ങോട്ട് ചെല്ലണം. അങ്ങോട്ട് അങ്ങോട്ട് യുദ്ധത്തിന് പോവാൻ. ഈ ആഴ്ച എന്താണെന്ന് അറിയാവോ? അങ്ങോട്ട് ഒരു കാര്യം ചെയ്യാം. എനിക്ക് രാജനോട് ചെറിയൊരു കാര്യം സംസാരിക്കാനുണ്ട്. എന്താണ്? നമുക്ക് ഈ യുദ്ധം അടുത്ത വെള്ളിയാഴ്ചത്തേക്ക് മാറ്റിയാലോ? അതെ, പുഞ്ചിരി ക്ലബിന്റെ വാർഷികമല്ല അവിടെ നടക്കുന്നത്. എടോ, ഞാൻ അവിടെ മാനം മര്യാദയ്ക്ക് ഒരിടത്ത് പോയി സ്വസ്ഥമായിട്ടിരുന്ന് യുദ്ധം ചെയ്തുകൊണ്ടിരിക്കുവായിരുന്നു. എങ്ങനെ? യുദ്ധം ചെയ്തുകൊണ്ടിരിക്കുവായിരുന്നു. ആ സമയത്ത് ശത്രു രാജ്യത്തുനിന്ന് ഒരുത്തൻ, ലീവിന് പോയ ഒരുത്തൻ എന്നെ വെട്ടാൻ വേണ്ടി വന്നു. ഞങ്ങള് രണ്ടുപേരും കൊലക്ക് കൊടുക്കുവോ? നീ എന്നിട്ട് കാര്യമില്ല. നമ്മൾ എങ്ങനെയാലും രക്ഷപ്പെടണം. രാജാവ് ഒരുപാട് യുദ്ധത്തിന് പങ്കെടുത്തിട്ടുള്ള ആൾ. അറിയാമോ? ഏത് യുദ്ധത്തിനേക്കാ? രാജാവിന് അറിയാം എന്തോ ചെയ്യാം. ഏത് യുദ്ധത്തിനൊക്കെ രാജാവ് പങ്കെടുത്തിരിക്കണത്? ടിപ്പുനെ അറിയാമോ? നമ്മുടെ പട്ടിയുടെ പേരല്ലേ ടിപ്പു? പിന്നെ എനിക്കത് പറയാൻ പറ്റും. അടുത്ത് വരുന്നുണ്ട്. ഒന്നുകൂടെ ചിന്തിച്ചു നോക്കൂ. റിവേഴ്സ് ചെയ്തു. അതെ അതെ അതെ, നോക്കൂ നോക്കൂ. അതേത് കഥയാണ്? ഞാൻ കേട്ടിട്ടില്ല. അതായത് ടിപ്പു സുൽത്താന്റെ കാര്യം വേങ്ങാനോണ്ടിരിക്കും. ഞാൻ പറഞ്ഞത് അതായത് ടിപ്പു സുൽത്താൻ ഞാനും ഭയങ്കര കമ്പനിയായിരുന്നു. ഞങ്ങൾ ഷെയർ ഇട്ട് ഓരോ സാധനം മേടിക്കും, അടിക്കും. അങ്ങനെ ഒരു ദിവസം ഷെയർ ഇട്ട് സാധനം മേടിച്ച് അടിച്ച് വാള് വെച്ച് ഈ പുള്ളി അങ്ങ് മറന്നുപോയെന്ന്. വാള് വെച്ചാൽ ആരും ഓർത്തിരിക്കാൻ എല്ലാരും മറക്കും. ആ വാളല്ലെന്ന്, യുദ്ധം ചെയ്യുന്ന വാള് വെച്ച് മറന്നെന്ന്. അങ്ങോട്ട് കഴിഞ്ഞിട്ട് പുള്ളിക്ക് ഒരു കൊച്ചു മാട്ട യുദ്ധം ഉണ്ടായിരുന്നു. പുള്ളി ഇവിടുന്ന് അവിടെ ചെന്നപ്പോ യുദ്ധസ്ഥലത്ത് ചെന്നപ്പോ തോപ്പുംപടി പാലത്തിന് താഴെ വെച്ചായിരുന്നു യുദ്ധം. പൊരിഞ്ഞ യുദ്ധമല്ലായിരുന്നോ? എന്നുവെച്ചാ പൊരിഞ്ഞ വെയിലത്ത് നിന്നാലേ യുദ്ധം ചെയ്യുന്നത്. സാധനം കിട്ടിയില്ലെങ്കിൽ കിട്ടിയാ എന്താണ്? ഒരു കച്ചവടക്കാരനല്ലേ ടിപ്പു? അടുക്കുന്നുണ്ടല്ലേ സാധനം? ശകലം കൂടെ എടുക്കാനുണ്ട്. ഒന്നുകൂടെ ഒന്ന് കറങ്ങിട്ട് വാ. ചെല്ലി ചെല്ലി ചെല്ലി. ആരാടാ ഇതൊക്കെ? അങ്ങനെ ഞാൻ ചെല്ലുമ്പോഴത്തേക്കിന് ശത്രു സൈന്യം ഞാൻ വെട്ടുവാണ്. അയ്യോ, അപ്പൊ ടിപ്പു ഇടത്തെ കൈ കൊണ്ട് എന്ന് പറഞ്ഞ് അങ്ങ് തടയുവാണ്. അങ്ങനെ തടഞ്ഞ് 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 ഈ കൈ അങ്ങ് തീർന്നു പോയി. കൈ തീർന്നു പോയി? അതായത് മുറിച്ചോണ്ട് പോയെന്നേ. ഓ ശരി. പിന്നെ ഞാൻ അങ്ങോട്ട് ചെന്നിട്ട് വാളിട്ട് കൊടുത്തു. ടിപ്പു പിടിക്കോ വെട്ടിക്കോ എന്ന് പറഞ്ഞു. അങ്ങനെ ടിപ്പു അവിടെ കിടന്ന് ഭയങ്കര പയറ്റായിരുന്നു. പയറ്റി അവസാനം എന്റെ അപ്പ പുറകിൽ നിന്ന് കുത്തി കൊല്ലുമായിരുന്നു ടിപ്പുവിനെ. എന്റെ അപ്പല്ലേ കട്ടപ്പല്ലേ പുറയുന്ന കുത്തിയെ? എടാ, ഏത് കഥയ്ക്ക് ഒരു എൻഡ് വേണ്ടേ? അതാ ഞാൻ പറഞ്ഞത് എന്റെ അപ്പ. സാധനം ബ്രെയിനിൽ കിട്ടിയിട്ടുണ്ട് കേട്ടോ. എന്താണ്? ശരിക്കും പറഞ്ഞ ബാഹുബലിയുടെ കഥ എഴുതിയ ആളല്ലേ ഈ ടിപ്പു? കറക്റ്റ് അടിപൊളി. ഇത്രയും മനോഹരമായ ഒരു ഉത്തരം പറഞ്ഞ സ്ഥിതിക്ക് വെറുതെ വിടാൻ ഉദ്ദേശിക്കുന്നില്ല. എന്നാ ഇത് പിടിക്കൂ. എനിക്ക് വേണ്ട. എന്നാ ഇത് പിടിക്കൂ.
ഇതെന്താ ഒരു പഴം? താൻ ഇവിടെ വന്ന് ഇതിൽ വളച്ച് വർത്താനം പറഞ്ഞിട്ട് ഞാൻ തനിക്ക് ഒരു പഴവും തന്നില്ല ആരും പറയരുത്, അതുകൊണ്ട് തന്നതാ. അയ്യോ രാജൻ, ദാണ്ടേ നമ്മുടെ രാജഗുരുവിന്റെ ചെവി അറുത്തിട്ടിരിക്കുന്നു ഇവിടെ. ഓ, ഇത് രാജഗുരുവിന്റെ ചെവിയൊന്നുമല്ല. ഇത് രാജഗുരുവിന്റെ ചെവിയാണിത്. ദാണ്ട കണ്ടോ, രാജഗുരുവിന്റെ ചെവിയുടെ പുറകില് ഒരു കുറ്റിവീട് കാണും എപ്പോഴും. ചെവി ഇത്. തുടരുതും എന്താണ് ഇത് ശത്രുരാജ്യത്തിലെ സൈന്യൻ അവര് നമ്മുടെ രഹസ്യം അഴിച്ചു മാറ്റാനായിട്ട് വിളിച്ചിട്ടിരിക്കുന്നതാണ്. ഒന്ന് സുഹൃത്തേ, ഞങ്ങൾ എങ്ങനെയെങ്കിലും ഒന്ന് രക്ഷപ്പെട്ടോട്ടെ. ഞങ്ങളുടെ രാജാവ് എന്ന് പറഞ്ഞാൽ വീര ശൂര പരാക്രമി ആണ്. അതുകൊണ്ട് ഞങ്ങൾ ഒന്ന് രക്ഷപ്പെട്ടോട്ടെ. ഈ ചെവി നുള്ളിക്കോടാ. ഈ ചെവി നോക്കടാ. മരപ്പാട്ടി കൂട്ട്. അപ്പൊ ഞാൻ ഇന്നും മരപ്പട്ടിയാണോ? മരപ്പട്ടിയോ? അയ്യോ, ഞാൻ ഇന്ന് മരപ്പട്ടിയാണ്. ഞാൻ ഇന്ന് ഈനാൻ പറ്റി. അത് പറ്റില്ല, ആ, പറ്റില്ല. അയ്യോ, ഇന്ന് ഈനാൻ പറ്റി. ഇന്ന് ഞാൻ ഈനാൻ പറ്റി. ഞാനാണ് ഈനാൻ. കാല് പിടിക്കാം, കാല് പിടിക്കാം. ഞാൻ ഇന്ന് ഈനാൻ പറ്റി. ഓക്കെ, ഉച്ചവരെ ഈനാൻ വെച്ചി. ആ, ഉച്ചവരെ ഈനാൻ പറ്റി. ഓക്കെയാണ്. ഓക്കെയാണ്. ഓക്കെ, അടിപൊളി. രാജൻ, രാജൻ, ഒരു മെസ്സേജ്. ഒരു സെക്കൻഡ്. എന്താ? ഒരു മിനിറ്റ്. എന്താ? രാജൻ, ആണ്ടേ ശത്രു സൈന്യം മെസ്സേജ് അയച്ചിരിക്കുന്നെന്ന് തോന്നുന്നു. ആ, എന്താന്ന് നോക്കട്ടെ, താമസം ഉണ്ടതാ. അയ്യത് രാജനുള്ള സ്ഥലം കണ്ടുപിടിച്ചിരിക്കുന്നു, എത്രയും പെട്ടെന്ന് ഇങ്ങോട്ടേക്ക് വരുമെന്ന്. ആണോ? അങ്ങനെങ്കിൽ തിരിച്ചങ്ങോട്ടൊരു മെസ്സേജ് അയക്കൂ. എന്ത് മെസ്സേജ് സെൻഡിങ് ഫെയിൽഡ് എന്ന്. അതെന്തിനാ? അവര് മനസ്സിലാക്കട്ടോ നമ്മൾ ഈ മെസ്സേജ് കണ്ടിട്ടേ. എന്തൊരു, അത് അങ്ങനൊന്നും പറ്റത്തില്ല. രാജ ഇപ്പൊ അയച്ചേക്കുന്ന മെസ്സേജ് എന്താന്ന് കണ്ടോ? എന്താണ്? ഇവിടെ വന്നു കഴിഞ്ഞാൽ ആദ്യം നിങ്ങളുടെ രാജാവിന്റെ തല അറക്കുന്നതെന്ന്. അങ്ങനെയാണെങ്കിൽ ഒരു കളി കളിക്കാൻ നമുക്ക്. എന്ത് കളിയാ? ഇന്ന് മുതൽ ക്യാരക്ടർ ചേഞ്ച്. എന്ത്? ഇന്ന് മുതൽ താനാണ് രാജാവ്, ഞാൻ മന്ത്രി. ഞാനാണോ രാജാവ്? ആ, അതെ അതെ. പിന്നല്ലടാ, നീ ടെസ്റ്റ് എടുത്ത് കേറിയതല്ലടാ നീ. ഇത് രാജാവാണ്, രാജാവ്. അങ്ങനെയാണ് ഒരു കാര്യമുണ്ട്. രാജ്ഞിയും എനിക്കാണേ. അങ്ങനെയാണെങ്കിൽ ഒരു കാര്യം ചെയ്യാം. പകല് മൊത്തം നീ രാജാവ്, രാത്രി ഈറ്റിന് ശേഷം ഞാൻ രാജാവ്. രക്ഷപ്പെടാൻ എന്ത് ചെയ്യണ്ട? എന്തെങ്കിലും ഒരു മാർഗമില്ലെങ്കിൽ രക്ഷപ്പെടില്ല. ഇവിടെ കിടന്ന് അച്ചറ പുച്ചറ വെടി കൊണ്ട് നമ്മൾ ചാകും. കിട്ടി, കിട്ടി. ഇനി രക്ഷപ്പെടണമെങ്കിൽ മാപ്പ് വേണം. പ്രിയമുള്ള മന്ത്രി, ബഹുമാനപ്പെട്ട പടനായക, നിങ്ങളോട് കഴിഞ്ഞ കാലയളവിൽ നാം എന്തെങ്കിലും തെറ്റുകുറ്റങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ക്ഷമിക്കുമാറാകണമെന്ന് താഴ്മയായി അപേക്ഷിക്കുന്നു. മാപ്പ്, മാപ്പ്, മാപ്പ്. മറ്റേ നമ്മുടെ രാജ്യത്തിന്റെ മറ്റേ മാപ്പില് അത് വേണോന്നാ? അത് വേണം. എന്റെ സഞ്ചിയിലുണ്ട്. ഒരു മിനിറ്റ്. അല്ല, തഞ്ചിയിൽ ഇതിന് മാത്രം കൊണ്ട് ഒളിപ്പിച്ച് വെക്കണം. ഇവിടെ കൊണ്ടുവന്ന് വെക്കണോ? മനുഷ്യന് ഡ്രം സെറ്റ് അടിച്ചിട്ട് പാടില്ല. ദൈവമേ, എന്താണ്? എന്താണ്? ബാബാ സുരേഷിനെ വിളിക്കാൻ വല്ല വഴിയുണ്ടോ? എന്തിനാ? ശത്രു സൈന്യം നമ്മുടെ രാജ്യത്ത് മൊത്തം പാമ്പിനെ ഇറക്കിയിരിക്കുന്നു. ഇവിടെ ഇവിടെ ഏനിയും പാമ്പിന്റെ പണം കൊണ്ടുവന്ന് വെച്ചിട്ടാണ് ബാബാ സുരേഷ് വിളിക്കുന്നത്. ബാബാ സുരേഷ് എന്താടാ നിന്റെ കളി പാമ്പാണ്? തെറ്റിപ്പോയി. മാപ്പ് ഓടുന്ന വഴിക്ക് മാപ്പ് കൊണ്ടുവരാൻ ഏനിയും പാമ്പും കൊണ്ടുവന്നിട്ട് ഇതിനെപ്പോ യുദ്ധത്തിന് പോയാ മതിയായിരുന്നു. ഇതാണ് നമ്മുടെ രാജ്യത്തിന്റെ മാപ്പ്. ഇരുന്നാട്ട്. ഈ കറുത്ത കുത്താണ് നമ്മുടെ രാജ്യം. അയ്യോടാ, കറുത്തു പോയല്ലോ. ഈ കറുത്ത കുത്താണ് അയൽ രാജ്യം. അപ്പോഴേ ഈ വെളുപ്പും കറുപ്പും കാണുന്ന അത് ഏത് രാജ്യമാ? അത് രാജ്യമല്ല, അത് പല്ലിക്കാട്ടം. കണ്ട കാട്ടത്തിന്റെ പുറയൊക്കെ പോന്ന് രാജൻ ഇങ്ങോട്ട് വന്നേ. ഇത് നമ്മുടെ രാജ്യത്തിന്റെ മാപ്പാകുന്നല്ലോ. അപ്പോൾ രാജൻ ഇവിടെയാണ് ഇരിക്കുന്നത്. അതെന്നാ വർത്താനം വേണം? ഞാനിപ്പോ ഇവിടെ അല്ല ഇരിക്കുന്നത്, പിന്നെ ഞാൻ അവിടെ കയറിയിരിക്കും. ലോജിക്ക് വേണ്ടോ? ലോജിക്ക് ആലോചിച്ച് നോക്ക്, ആലോചിക്ക. രാജ, ഇത് മാപ്പാണല്ലോ. ആണല്ലോ. രാജൻ അവിടെ ഇരിക്കുകയാണല്ലോ. ആണല്ലോ. നമ്മളൊക്കെ ഇവിടെ ഇരിക്കുന്നുണ്ടല്ലോ. ആണെന്നേ. ഇതിന്റെയൊക്കെ മൊത്തത്തിലുള്ളൊരു രൂപരേഖ അല്ലേ ഇത്? ആദ്യം താൻ പറഞ്ഞു ഇത് മാപ്പാണ്, ഇപ്പൊ പറയാ രൂപരേഖയാണ്. ഞാൻ പറഞ്ഞു കൊടുക്കാൻ പറഞ്ഞ കൃത്യമായിട്ട് കിട്ടുന്നില്ല. അതായത് രാജൻ ഇപ്പൊ അവിടെ ഇരിക്കുകയാണല്ലോ. ആണല്ലോ. പിന്നെ എങ്ങനെ രാജൻ ഇവിടെ വന്നിരിക്കും? അല്ല, അതല്ല ഞാൻ കൃത്യമായിട്ട് പറഞ്ഞത്. എന്താണോ? എല്ലാം പോട്ടെ. ഇത് കണ്ടോ? ഇതാണ്
ഹിമഗിരി നിരകൾ. പൊൻകുടികളിൽ ഉയരും ഹിമകര സന്ധ്യാരംഗമുണർന്നു. ഇതുവാണോ? ദുന്ദുവിതൻ തരളമാ സന്ധ്യകളിൽ ത്രിപുടവടയാ. ഇതെല്ലാരും പടമാവാനുള്ള പോക്കാ നിങ്ങൾ കാണിച്ചു. ഞങ്ങളെ കൊലയ്ക്ക് കൊടുക്കോടോ തല. എങ്ങനെ പിന്നെ ഞാൻ രാജാവിന് പാടാം, എനിക്കും പാടാം. കിളയ്ക്കാതെ ഞാനൊരു കാര്യം പറഞ്ഞു. ദാണ്ടെ, അതും പോട്ടെ. ഈ കാണുന്നത് കണ്ടോ, ഇതാണ് ദേവദാസി ശീലയുടെ വീട്. എങ്ങനെ? ദേവദാസി ശീലയുടെ വീട് ഇവിടെ ആകുന്നു. ശ്ശോ, ഇത്ര അടുത്തായിരുന്നല്ലേ? ഒരു ചൊട്ട ഞാൻ എവിടെയൊക്കെ കറങ്ങിയെന്നറിയാം. ഊര് പോലെ അടിക്കണ പോലെയാണ് ഞാൻ കിടന്ന് കറങ്ങിക്കൊണ്ടിരുന്നത്. ഇത്രയും ദൂരമുള്ള കാര്യം എനിക്കറിയില്ലായിരുന്നു. ഇത് എങ്ങോട്ട് താൻ അടുത്ത പറയണോ? പോട്ടെ, ഇത് കണ്ടോ, അതും പോട്ടെ, വിട്. ഇതാണ് നമ്മുടെ രാജ്യത്തിന്റെ കവാടം. ഇവിടെയാണ് കവാടം. ഈ കവാടം വഴിയാണ് ഇപ്പൊ ശത്രു സൈന്യം എരച്ചു കയറി ഇങ്ങോട്ട് വന്നോണ്ടിരിക്കുന്നത് കേട്ടോ. ആണോ? ഞാനിതാ ഞെരിച്ചു കൊല്ലുന്നു. അങ്ങനെ നമുക്ക് രക്ഷപ്പെടാനുള്ള എല്ലാ വഴികളും അതിനകത്ത് വരച്ചിട്ടുണ്ടായിരുന്നടാ പാട്ടി. പക്ഷെ നമ്മുടെ കൊട്ടാരം സേഫാ കേട്ടോ. ഈ എന്തിനാണോ കരയുന്നത്? ദൈവമേ, എന്തുവാണ് വലിക്കാതെ? നർത്തകിമാരുടെ വീട് എവിടെയാണ്? പോട്ടെ, ഈ യുദ്ധം ഒഴിവാക്കാൻ ഇനി എന്താ ചെയ്യാൻ പറ്റും? ഈ യുദ്ധം ഒഴിവാക്കാൻ ഓക്കെ, ദ കൺക്ലൂഷൻ. അറിയത്തില്ല, വേറെ സാധനം അത്. അതായത് ഈ യുദ്ധം അവസാനിപ്പിക്കണമെങ്കിൽ അവർ പറഞ്ഞതനുസരിച്ച് അവിടുന്ന് ഇങ്ങോട്ട് വന്ന് എടുത്തോണ്ട് പോവുകയോ നമ്മൾ അങ്ങോട്ട് കൊണ്ട് കൊടുക്കുകയോ ചെയ്യണം. അത് നമ്മുടെ മനോധർമ്മം അനുസരിച്ച് ചെയ്യുന്നതാണ് നല്ലത്. കാരണം അങ്ങോട്ട് തന്നെ കൊണ്ട് കൊടുക്കണം. അതാണല്ലോ ഒരു മാന്യത. അതാണല്ലോ. അപ്പൊ അങ്ങനെ തന്നെ ചെയ്യാം. അതാണ് വേണ്ടത്. ശരി. ആട്ടെ, എന്തുകൊണ്ട് കൊടുക്കുന്ന കാര്യമാണ് പറഞ്ഞത്? രാജാവിന്റെ തല. പോടാ. ഉഗ്ര സ്കിറ്റ്, നല്ല കൈയടി, നല്ല രാജാവും നല്ല സൈന്യാധിപനും നല്ലൊരു മന്ത്രി. ബിജുക്കോട്ടൻ ചേട്ടാ. അരുണേ, എന്തോ ഗംഭീരമുണ്ട് കേട്ടാ. അരുൺ ആദ്യമായിട്ടാണ് ഈ ഫ്ലോറിലല്ലേ? എന്തായാലും നമ്മുടെ ഫ്ലോറിൽ വന്ന് ഇത്രയും വലിയൊരു കാഴ്ച പങ്കുവച്ച അരുണിനെ സ്വാഗതം ചെയ്യുന്നു. ഇനി തുടർച്ചയായിട്ടുണ്ടാവും അല്ലേ? സത്യം പറഞ്ഞാലുണ്ടല്ലേ, ഇതിനകത്ത് നിങ്ങൾ 3 പേരിൽ ആരാണ് നല്ലതെന്ന് ചോദിച്ചാൽ നമുക്കത് പറയാനായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടാണ്. കാരണം അത്രക്ക് കോമ്പറ്റ് ചെയ്തിട്ടാണ് നിങ്ങൾ ഈ ഒരു സ്കിറ്റ് ചെയ്തത്. ഭയങ്കര രസമുണ്ടായിരുന്നിട്ടാ. എനിക്ക് തോന്നുന്നു അരുൺ ഇങ്ങനെ നടുക്ക് നിൽക്കണോണ്ടാണെന്നുകൊണ്ട് ഇവർക്ക് രണ്ടുപേർക്കും ഭയങ്കര സ്റ്റാമിന ഉണ്ടായിരുന്നു. സത്യം പറഞ്ഞാൽ എനിക്ക് തോന്നുന്നു ഇത്രയും എപ്പിസോഡൊക്കെ വന്നിട്ടും നമ്മുടെ റെജി ഇതുപോലെ ചടുലമായി കളിച്ച് ഞാൻ കണ്ടിട്ടില്ല. ഇന്ന് നല്ല പവറിലായിരുന്നു. അല്ല, നമ്മൾ നേരത്തെ ഞങ്ങളൊക്കെ പറഞ്ഞുകൊണ്ടിരുന്നതാണ്, റെജിയൊക്കെ സ്റ്റേജിൽ കയറി കഴിഞ്ഞാൽ വേറൊരു മൈൻഡാണ്. എനിക്ക് തോന്നുന്നു നമ്മുടെ വിനോദും അങ്ങനെയായിരുന്നു. വിനോദിൻ്റെ കേസും ഇവിടെ പല സ്കിറ്റുകളും നന്നായിട്ട് ചെയ്തിട്ടുണ്ടെങ്കിലും ഇത്രക്ക് നല്ല ചാടി നല്ല പടപടാന്ന് നിൽക്കുന്ന ഒരു സ്കിറ്റും ഞാൻ കണ്ടിട്ടില്ല. ഞാൻ നേരത്തെ ഒക്കെ പറയാറുണ്ട്, കൗണ്ടർ കുറഞ്ഞാലും നമ്മളെ കളിക്ക് കുറവ് വരുത്തരുന്നു. ഇത് കൗണ്ടറും ഉണ്ടായിരുന്നു, കളി ഉണ്ടായിരുന്നു. അതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ പോസിറ്റീവ് എന്ന് പറയാനായിട്ട്. ഇത് ആരാണ് ഇതിൻ്റെ കണ്ടന്റ്? അതെ, കാരണം അരുണിൻ്റെ ഒക്കെ ഒരു കൈകടത്തൽ ഇതിനകത്ത് കാണുന്നുണ്ടെന്ന് തോന്നുന്നു. കാരണം അതുകൊണ്ട് കുറേ കളിക്കാനുണ്ടായിരുന്നു. എനിക്ക് തോന്നണേ ഈ ഒരാളിങ്ങനെ നിന്ന് കഴിഞ്ഞാൽ, അരുൺ കൂടെ നിന്ന് കഴിഞ്ഞാൽ ഇനിയുള്ള കളികളൊക്കെ ഇങ്ങനെ ആയിരിക്കണം. ബാക്കിയൊക്കെ ഇവർ രണ്ടുപേരും പറയോട്ടാ. ഓൾ ദ വെരി ബെസ്റ്റ്. താങ്ക് യു നസീർക്ക. അരുണേ, ഞങ്ങളുടെ ഇതൈറ്റം വേറെ കുടുംബത്തിലേക്ക് സ്വാഗതം. എന്താ വൈകിയത്? വരാൻ വൈകിയത്? ചിന്തയിലായിരുന്നു. ആണല്ലോ. എന്തായാലും വന്ന വരവ് നന്നായിരുന്നു, നല്ല രസമായിരുന്നു. കാര്യം അരുണിൻ്റെ ഒരുപാട് സ്കിറ്റുകൾ ഞാൻ പല സ്ഥലങ്ങളിലായിട്ട് കണ്ടിട്ടുണ്ട്. പക്ഷെ അരുണിൻ്റെ ഇത്രയും മനോഹരമായ ഒരു പ്രസൻറ്റേഷൻ ഞാൻ ആദ്യമായിട്ട് കാണുകയാണ്. അത് ആ സബ്ജക്റ്റിൻ്റെ ഗുണമായിരിക്കാം, അരുണിൻ്റെ ഗുണമായിരിക്കാം, കൂടുന്ന സപ്പോർട്ടിങ് ആർട്ടിസ്റ്റിൻ്റെ ഗുണമായിരിക്കാം. പക്ഷേ ഇവിടെ നിറഞ്ഞാടി, അതാണ് സത്യം. പിന്നെ റെജിയും വിനോദും നമ്മുടെ ഇവിടുത്തെ കുടുംബ അംഗങ്ങളാണ്. ആ അംഗത്തിലേക്കാണ് വന്ന് ചേർന്നത്. ഇവർ രണ്ടുപേരും ഇതിനു മുമ്പ് കാണിക്കാത്തൊരു പ്രകടനമാണ് ഇന്ന് ഇവിടെ കാണിച്ചത്. അതെന്തോ നിങ്ങൾ 3 പേരും നല്ല സിങ്ക് ആണെന്ന് തോന്നുന്നു, അതിൻ്റെ ആയിരിക്കാം അത്. പിന്നെ സബ്ജക്റ്റിൻ്റെ ആ പുതുമയും കൂടി ഉണ്ട് അതിൽ. എന്തായാലും വളരെ മനോഹരമായി 3 പേരും ഇങ്ങനെ ഒരു സബ്ജക്റ്റ് തിരഞ്ഞെടുത്ത കൂട്ടത്തിൽ നിങ്ങളുടെ കളിയുടെ റേഞ്ച്, ആ ഇടയ്ക്കും പടയ്ക്കും ഒക്കെ ആയിട്ട് കൗണ്ടറുകൾ ഇങ്ങനെ വന്നും പോയി നിൽക്കുന്നുണ്ടെങ്കിലും ആ ഒരു യുദ്ധത്തിൻ്റെ ഫീൽ കൊടുക്കുന്ന രീതിയിലാണ് നിങ്ങളുടെ 3 പേരും നിന്നത്.
അതിൻ്റെ ഗുണമാണ് ഈ സ്കിറ്റ് നന്നാകാനുള്ള ഏറ്റവും വലിയൊരു കാരണം. അരുൺ ഇതിനു മുമ്പ് നമ്മുടെ ഈ ഷോ കണ്ടിട്ടുണ്ടോ? ആ ഉണ്ട്. ഇവിടെ ചില സാധനങ്ങളൊക്കെ എല്ലാം പുതുമകളാണ്. അതെ. എന്ന് പറയാൻ നമ്മുടെ കൗണ്ടറിന് പുതുമ ഉണ്ടായിരിക്കണം, സബ്ജക്റ്റിന് പുതുമ ഉണ്ടായിരിക്കണം, അവതരണ ശൈലിയിൽ പുതുമ ഉണ്ടായിരിക്കണം. അതാണ് ഈ ഷോയുടെ ഏറ്റവും വലിയ പ്രത്യേകത. അതാണ് ജനങ്ങൾ ഇത് ഏറ്റെടുക്കാനുള്ള മെയിൻ കാരണം, ചുരുങ്ങിയ സമയം കൊണ്ട്. അപ്പോൾ ഇതേതായാലും വരവ് കലക്കി, നന്നായിരുന്നു. ഓൾ ദ ബെസ്റ്റ്. അടുത്ത പ്രാവശ്യം ഇതിലും ഗംഭീരമായിട്ട് നമുക്ക് വീണ്ടും കാണാം. ഓക്കെ, വെരി താങ്ക് യു മണിക്കുട്ടാ. ബ്രോ, ചിരിയുടെ കൗണ്ടറുകളുടെ യുദ്ധക്കളമായിരുന്നു. അടിപൊളി. കാരണം ഒരേ ബുദ്ധിയുള്ള രാജാവും പടത്തലവനും, കുറച്ച് ബുദ്ധിയുള്ള മന്ത്രി, ഇതിനിടയിൽ നിന്ന് ബാലൻസ് ചെയ്യുക, അതൊരു ബ്രില്യൻ തോട്ടായിരുന്നു കേട്ടോ. അതിനൊരു പ്രത്യേക കയ്യടിയാണ്. കാരണം ഇതിലെ ബ്രഹ്മാസ്ത്രം എന്ന് പറഞ്ഞ കോമഡി ആ ചെവിയുടെ കാരണം നമ്മൾ കൂട്ടുകാരൊക്കെ ഇരിക്കുമ്പോഴത്തേന് എന്തെങ്കിലും സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ അസൂയുള്ളൊരു കൂട്ടുകാരൻ നടന്നു പോകും. അവൻ നടന്ന് കുറച്ച് ദൂരമ്പോൾ നമ്മൾ ആ ചെവിയും കൂടെ എടുത്തുകൊണ്ട് പോകും നമ്മൾ. അപ്പോൾ ഈ ഒബ്സർവേഷൻ എവിടെ ഇംപ്ലിമെൻറ്റ് ചെയ്യുക, എവിടെ എല്ലായിടത്തും കൊണ്ട് ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ പറ്റില്ല. പക്ഷെ നിങ്ങൾ വളരെ കൃത്യതയോടെ ഇംപ്ലിമെൻറ്റ് ചെയ്തു. ഗംഭീരമായിരുന്നു ആ സംഭവം. നസീർക്ക പറയുണ്ടായി, അരുണ് വന്നു കഴിഞ്ഞപ്പോഴത്തേന് ഇതിൽ പുതുമ വന്നു, സ്ക്രിപ്റ്റിങ്ങിൽ പ്ലേയിൽ പുതുമ വന്നു. അരുൺ ശ്രദ്ധിച്ചോ ഇല്ലെന്ന് അറിയില്ല, ഇന്നിവിടെ ജഡ്ജ്മെൻറ്റിനും കുറച്ച് പുതുമയും ഗംഭീരമായി മാറിക്കൊണ്ടിരിക്കുകയാണ്. കാരണം ഞാനും ആദ്യമായിട്ട് അപ്പോൾ പുതിയ കണ്ടസ്റ്റൻസിനെ കൊണ്ടുവരുന്ന പോലെ പുതിയ ജഡ്ജിനെയും കൊണ്ട് നിങ്ങളത് മെയിൻറ്റെയിൻ ചെയ്യുക. അവിടെയും ഇവിടെയും പുതുമയായി മാറും. എപ്പിസോഡായി മാറിയിട്ടുണ്ട്. മൊത്തത്തിലൊരു പുതുമ വേണ്ട. അപ്പൊ എന്തായാലും രാജാവിന് മന്ത്രിക്കുള്ള പൈസ അങ്ങോട്ട് കൊടുക്കാം അല്ലേ? യുദ്ധമോ പോയി. മണിക്കൂട്ടാ, കൊടുക്കട്ടെ. പുതുമയോടെ എത്ര കൊടുക്കും? ഇത് ഒരു 21. 21,000 രൂപ. അടിപൊളി. ഞാനും കുറക്കുന്നില്ല, 21. അപ്പൊ 42 ആയിട്ടുണ്ട്. അടുത്ത ഞാനാണ്. അമ്പിൽ അങ്ങോട്ട് അയക്കും. അമ്പിൽ അങ്ങോട്ട് ബ്രഹ്മാസ്ത്രം ഇടുന്നു. ഇത് ഐറ്റം വേറെ അടുത്ത ഗോൾഡൻ ബഞ്ച്. ഒരു പുതിയ ടീം, ഒരു പുതിയ കോമ്പിനേഷൻ. ആദ്യത്തെ സ്കിറ്റില് ഗോൾഡൻ ബഞ്ച്. അരുണ, ഇത് 1.5 വരവല്ല, 2.5 വരവ്. എനിക്ക് രജിച്ചേട്ടനോട് ചോദിക്കാനാണ് ഇഷ്ടം. രജിച്ചേട്ടാ കൊണ്ട് ലിപ്പടിച്ച് കാര്യമില്ല, രാജാവല്ലേ, മന്ത്രിക്ക് ഇരിക്കട്ടെ ഒരു ലിപ്പ്. രജിച്ചേട്ടാ, നമ്മള് കുറച്ചധികം നാളായി ഇവിടെ. അതെ. ആദ്യത്തെ ഗോൾഡ് അല്ലേ? ആദ്യത്തെ. പറ രജിച്ചേട്ടാ, മനസ്സ് തുറന്ന് സംസാരിക്കുക. വളരെയധികം സന്തോഷമുണ്ട്. ആദ്യമായിട്ടാണ് 85 വരെ ഇവിടെ നമ്മൾ നേടിയിട്ടുണ്ട്. അതിനുശേഷം ആ 85 പോയിട്ട് 50 ഏഴയിലൊക്കെ വരാൻ പറ്റിയിട്ടില്ല. പക്ഷെ ഇത് ഇരട്ടി മധുരമാണ്. വളരെ സന്തോഷം. എല്ലാവർക്കും താങ്ക് യു. വിനോദേട്ടാ, ഒരുപാട് സന്തോഷം. അതറിയാം. ഞാനും അരുണുമായിട്ട് ആദ്യമായിട്ടാണ് കളിക്കുന്നത്. വേറെ കുറെ പരിപാടികൾ ചെയ്തിട്ടുണ്ടെങ്കിലും ഐറ്റം വേറെ എന്ന് പറഞ്ഞ ഈ പ്രോഗ്രാമിൽ വന്നപ്പോഴാണ് നമ്മളെ കൂടുതൽ സ്റ്റേജ് ഷോയ്ക്ക് പോയാലും എവിടെ ചെന്നാലും നമ്മളെ തിരിച്ചറിയാൻ തുടങ്ങിയത് തന്നെ. എവിടെ ചെന്നാലും നമ്മൾ ഐറ്റം വേറെ നമ്മളെ എല്ലാവരും കാണുന്നൊരു പരിപാടിയാണ്. അതിനെ ഏറ്റവും കൂടുതൽ അഭിമാനിക്കുന്നത്, ഏറ്റവും കൂടുതൽ നന്ദി പറയേണ്ടത് നമ്മുടെ ഇവിടെ മാന്യന്മാരായ ബഹുമാനന്മാരായ ഗ്രൂമേഴ്സിനെയാണ്. അവര് നല്ല സപ്പോർട്ടായിരുന്നു. നമ്മുടെ ഗ്രൂമേഴ്സിന് സ്പെഷ്യൽ എല്ലാവർക്കും കൈയടി. രാജേഷ് പണവള്ളി, ശശാങ്കൻ, എല്ലാവർക്കും. അരുൺ, 1,00,000 രൂപയുടെ വെൽക്കം. വന്ന ആദ്യത്തെ സ്കിറ്റില് ഗോൾഡ്. പറ. അല്ല, സത്യം പറഞ്ഞാൽ ഇവിടെ കയറുമ്പോഴും പേടിയായിരുന്നേ. കാര്യം കണ്ടിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഇവിടുത്തെ എങ്ങനെയാണ് അതിന്റെ അറിയാലല്ലോ സ്റ്റേജും. പിന്നെ ഞങ്ങൾ 3 പേരും കളിക്കുന്നത് ആദ്യമായിട്ടാണ്. മെനയാന്ന് വന്നിട്ടാണ് സ്കിറ്റ് നമ്മൾ സെറ്റ് ആക്കണേ. അന്നേരം ഇങ്ങനെ പറയുന്നുണ്ട് എന്നുള്ളതല്ലാതെ പെർഫെക്റ്റ് ആയിട്ട് നമ്മൾ കളിക്കുന്നുണ്ട് ഇപ്പോഴാണ്. അല്ല, അറിയാൻ പാടില്ലാത്ത കാര്യങ്ങൾ ഇനി പോകുന്ന വഴിയിൽ ഓരോന്നോരോന്നോരോ ഇങ്ങനെ അറിഞ്ഞുകൊണ്ടേ ഇരിക്കും. ഇനി അറിയാൻ കിടക്കണതേ ഉള്ളൂ. കേറിയതല്ലേ ഉള്ളൂ. അപ്പൊ എന്തായാലും ഒത്തിരി സന്തോഷം. ഇനിയിപ്പോ നമ്മൾക്ക് ഇവിടെ അങ്ങ് കൂടാം. ഓക്കെ, ഇതേപോലുള്ള ഐറ്റങ്ങളായിട്ട് വാ. 1 ലക്ഷം, 1.5 ലക്ഷം, 2 ലക്ഷം ഒക്കെ വാങ്ങിച്ചിട്ട് പോ ചേട്ടാ. ഇവിടെ നിന്ന് താഴോട്ടില്ല, മുകളിലോട്ട്. ഓക്കെ. ഫ്ലവേഴ്സ് കോമഡി ഇത് ഐറ്റം വേറെ ഒരു സ്കിറ്റ്, ഒരു നല്ല ടീമിനെ തന്നെ നമുക്ക് കൊടുക്കാം അല്ലേ? ടീം പത്തനംതിട്ട കണ്ടിട്ടുണ്ടാവല്ലോ സ്കിറ്റ്. കണ്ടുണ്ട്. രാജ് കൊട്ടാരത്തിലുണ്ട്, ഹരിയുണ്ട്, സൂത്തുണ്ട്. ഒരു നല്ല കൈഡി അവർക്ക് വരും. എന്തോ ചെള്ള. ആദ്യം ചെള്ളിനൊരു വഴി ഉണ്ടാക്കണം. ഒരു വഴി വെട്ടി അതിന്റെ വഴിക്ക് വിടുവാണെങ്കിൽ അതങ്ങ് പോയേനായിരുന്നു. തഞ്ചക്കട ഇത്ര നേരം തുറന്നിട്ട് അവനെ ഇപ്പൊ കാണുന്നില്ലേ? പ്രദീപ് ഇത് എവിടെ പോയി കിടക്കുക? ഹലോ പ്രദീപേ. പറയട്ടാ. ആടോ, എവിടാണോ നീ? എവിടായി? അയ്യോ, ഞാനൊന്നും വരത്തില്ല.
വരത്തില്ലെന്നോ? ആ ആ. നീ എന്നാ പറയണ്ട, ഞാൻ ആ കട തുറന്നാ ഇനി ആരും വന്നാ ഞാനിത് ചെയ്യും. അളവെടുക്കുന്ന കാര്യമൊക്കെ ഞാൻ പറഞ്ഞു തന്നിട്ടില്ലേ കുറച്ചൊക്കെ? അത് പറഞ്ഞിട്ട് കാര്യമുണ്ടോ? ഇനി ഏതെങ്കിലും ഒരു കുക്കുംബർ കസ്റ്റമർ വന്നാല് ഞാൻ എന്തോ ചെയ്യുമെന്ന് ഞാൻ ചോദിച്ചത്. ഞാൻ പറഞ്ഞു വന്നതിന്റെ കൂട്ട് ആ തേപ്പെടുത്തങ്ങ് അളന്നാ മതി. അപ്പൊ ഞാൻ അറിയാവുന്ന രീതിയിൽ അളവെടുക്കാം. ആ ആ ഞാൻ കാണിച്ചു. ഇന്നലെ ഇവിടെ റേഷൻ കടയിലേ ഞാൻ കൈ പതിപ്പിച്ചായിരുന്നോ? ആ കൈ പതിപ്പിച്ചു. എന്നിട്ട് മെഷീനെ കാണാനില്ല. ആ മിഷനിലല്ലേ എന്റെ ചെള്ളയ്ക്ക് അവര് കൈ പതിപ്പിച്ചത്. ചെള്ളക്കോ? അതെന്തിനാ? ആ പുഴുത്തരികാന്ന് പറഞ്ഞോണ്ട്. അഴുക്കരിയാന്നു? ആ അതിനിപ്പോ ഞാൻ എന്ത് ചെയ്യാൻ? എടാ നീ അല്ല ഞാൻ വെച്ചില്ല, കട്ടായില്ല. പറ. പിന്നെ വേറെ കാര്യമുണ്ട് ഞാൻ പറയാതെ. എന്നാ നമ്മുടെ റേഷൻ കട അപ്പുറത്തെ ഒരു റേഷൻ കടയില്ലേ ദിനേശൻ? ദിനേശൻ നമ്മുടെ 5 കടയിൽ അപ്പുറത്തല്ലേ? അണ്ണാ ഇന്നലെ വൈകിട്ട് അവനെ കണ്ടോണോ? എന്തുവാ? അവൻ എന്നോട് പറഞ്ഞു അവന് പൈസ കൊടുക്കാനുണ്ട് ആ കടയിലെ ഓണർ. അവൻ എന്തോ മുടിഞ്ഞ പ്രാക്കായിരുന്നു അവിടെ നിന്ന്. പ്രാക്കും ചീത്ത വിളി ഇതെല്ലാം വിളിച്ച്. റേഷൻ കടക്കാരനെ പ്രായോ? ആ നേരം വെളുത്ത ആ റേഷൻ കടക്കാരൻ ബൈക്കേന്ന് വീണ് കാലൊടിഞ്ഞെന്ന്. ശരി, നിനക്ക് എത്ര വരാണ്ട്? എനിക്ക് 2500 രൂപ വരാണ്ട്. ഞാനിപ്പോ ഇട്ടേക്കാം. നാളെ പറഞ്ഞേ. ആ നാളെ വരും. ഒരാൾ തയ്ക്കാൻ കയറി വന്ന ഇനിയിപ്പോ എന്തോ ചെയ്യുന്നുള്ളതാ. കണ്ട ഒരു ലുക്ക് വേണമല്ലോ. ഞാൻ പറഞ്ഞു എടി നീ ഒന്നും മിണ്ടായി. ഞാനിപ്പോ നേണ്ട തങ്കച്ചേട്ടന്റെ ആ തൈക്കടയുടെ ഫ്രണ്ടിൽ നിപ്പുണ്ട്. എടി കാലും മടക്കി അടിച്ച് കൈ രണ്ടും വെട്ടിയാ പോരെ. ഞാൻ ഏറ്റിരിക്കുന്നു, നീ ഫോൺ വെക്ക്. ആഹാ കൊണ്ടുവാ. പാൻറ്റാന്നോ ചുരിദാറാന്നോ? എന്തുവാ കാലും മടക്കി? പാലും ചുരിദാറും അല്ലെന്ന്. എന്റെ പെണ്ണുമ്പഴയുടെ പുറകെ ഒരുത്തം ഭയങ്കര ശല്യമാ. അന്നേരം കാല് മടക്കി അടിച്ച് കൈ രണ്ടും വെട്ടാൻ ഞാൻ തീരുമാനിച്ചിരിക്കും. ഞങ്ങള് പിന്നെ പെണ്ണുമ്പിള്ള ശാന്തയാന്നോ? ശാന്തയല്ല. സുധ? സുധയല്ല. രമ? രമയല്ല. അല്ല ഇത് ചോദിക്കാൻ കാരണം അപ്പൊ എന്റെ കാലും കൈ സേഫ്റ്റി ആയി. എന്നാ പിന്നെ തയ്യലൊക്കെ എങ്ങനെ പോകുന്നു? ഒന്നും പറയാം, ഉള്ള സമയം കൊണ്ട് വിയർത്ത് പോയില്ലയോ? ഇപ്പൊ ചോദിച്ചേ തയ്യലൊക്കെ എങ്ങനെ പോകുന്നു? എന്റെ പൊന്നട ഉപയോഗം 1 മാസമായിട്ട് ഇവിടെ തുണി ഇല്ലാതിരിക്കും. ഏതെങ്കിലും ഒരുത്തൊന്ന് കയറി വരണ്ടേ? ഇന്ത്യ കൊണ്ടുവന്ന് എന്തുവായിരുന്നു? ഞാൻ എന്റെ ഷർട്ടിന്റെ ഒരു തുണി കൊണ്ടുവന്നിട്ടുണ്ട്. ഇതൊന്ന് തയ്ച്ചാണ്. പെണ്ണുമ്പിള്ള കിടന്ന് അങ്ങ് മിസ് കോൾ അടിയാ. ആഹാ എന്തിനാ ചോദിച്ചേ? അല്ല തയ്യൽ വല്ലതും ആണോ? ഹലോ തയ്യൽ വല്ലോ അതോടെ? ആ പിന്നെ നീ എന്തിനാ വിളിച്ചോണ്ടിരിക്കുന്നത്? പറഞ്ഞ കാര്യം പറഞ്ഞില്ലയോ? ആ നമ്മുടെ ദിനേശനാ അവനുണ്ടോ സുമേഷ് അവന്റെ പേരെന്തുവാ? ദിനേശൻ. ഇങ്ങോട്ട് വേണം അരി കാണാ. ഒരു മിനിറ്റ് എന്ന് പറയാം. തുണി തയ്ച്ചാണോ? എനിക്ക് പെട്ടെന്ന് നാളെ കല്യാണമുള്ളോ? അവൻ വന്നില്ലേ? പയ്യൻ വന്നില്ലേ? പയ്യമ്മ അവൻ നാളെ വരത്തോളൂ. നിനക്ക് അരി വേണോ? അല്ലേ അരി തരണോ? റേഷൻ കാർഡ് കൊണ്ടുവന്നോ? ആ റേഷൻ കാർഡ് എന്നാ? ഇന്നലെ ഒരു ജവാന്റെ ലിറ്റർ മേടിച്ചല്ലോ. അയ്യോ എങ്ങനെ മനസ്സിലായി? ബില്ല് ഞാൻ തിരിക്കുന്നേ ഉള്ളൂ. ആദ്യം നമുക്കേ പഞ്ച് ചെയ്യണം. പഞ്ച് ചെയ്യണോ? ദൈവമേ 5 കിലോ അരി മേടിക്കണമെങ്കിൽ എന്തൊക്കെ ചെയ്യണം? ബാ 5 കിലോ അരിക്ക് വേണ്ടി പിടി. ചുമ്മാ നല്ല എന്റെ പെണ്ണുമ്പോൾ അരി മേടിക്കാൻ വരുമ്പോ താമസിക്കുന്നു. ഇവിടെ പഞ്ച് കൊടുത്തു തോറ്റോ? പരിയില്ലേ എനിക്ക്? അരി തരാം. തോറ്റാലും ജയിച്ചാലും അരി തരാം. ഞാൻ ഈ പഞ്ചല്ല പറഞ്ഞേ. പിന്നെ നല്ലൊരു കളിയായിട്ട് ഞാൻ കൂടിയെന്നുള്ളു. പിന്നെന്തുവാ? ഇതേതാ പഞ്ച് ചെയ്യണ്ടേ? ഏത് വെള്ളം പിടിപ്പിക്കണം? നിന്റെ തന്ത വരലില്ലയോ? ഇത് അമ്മ വരല. അത് പോയി. മതി. കയ്യട് കിട്ടിയോ? കിട്ടി. കഴിഞ്ഞ ആഴ്ച കൊണ്ട് അരിയൊക്കെ ഉണ്ടായിരുന്നു. അയ്യോ അത് മൊത്തം മുഴുവായിരുന്നു കേട്ടോ. നീ പുഴുക്കലരി അല്ലയോ ചോദിച്ചേ? പുഴുക്കലരി മൊത്തം മുഴുവായിരുന്നത്. പുഴു എന്ന് പറഞ്ഞാൽ അതിനു മുമ്പേ കൊണ്ടുപോയതോ? അതിനകത്ത് പുഴുവൊന്നും ഇല്ലായിരുന്നു. പക്ഷെ ഇത്രയും പേരുള്ള 2 വലിയ വണ്ടുണ്ടായിരുന്നു. ആ പുഴുവിനെ തിന്ന മൊത്തം ആ വണ്ട അതിൽ അതിനെ ഇറക്കി വിടാഞ്ഞേ. അരിതാ സഞ്ചി കൊണ്ടുവന്നിട്ടുണ്ടോ? സഞ്ചി ഒന്നും വീട് ചെയ്തപ്പോ കിട്ടിയില്ല. പിന്നെ പിന്നെ മോന്റെ പാന്റ് കൊണ്ടുവന്നിട്ടുണ്ട് കഴിച്ചോണ്ട്. ഇതിനകത്ത് അരിയും ഇതിനകത്ത് ഗോതമ്പും എന്താ? ഇത്രയും ഒരു 10 സഞ്ചി തയ്പ്പിച്ച് വെച്ചാൽ പോവില്ലയോ? അത് പോകും. ഗോതമ്പതിനകത്താ? ഗോതമ്പതിനകത്തിടാനും. പിന്നെ ഞാൻ ഒരാൾക്ക് ഇത്രയും ബുദ്ധിമുട്ടൊക്കെ ഞാനിപ്പോ ജോസിനെ വിളിച്ചു ചോദിച്ചു. അവ ആസ്ട്രേലിയയില്ലയോ? ആസ്ട്രേലിയ ഇത്ര ബുദ്ധിമുട്ടൊന്നും ഇല്ല. അവര് റേഷൻ കട കങ്കാരുവിനെ പറഞ്ഞു വിടുന്നത്. അതാകുമ്പോ അതിനകത്ത് അരിയിട്ടുണ്ട് വരുമല്ലോ കങ്കാരു. പക്ഷെ അന്നത്തെ ദിവസം അവര് പട്ടിണിയാന്നേ. അതിനാ കങ്കാരു ചാടി വരുമ്പോ വീട്ടിൽ വരുമ്പോ അരി കാണത്തില്ല. എനിക്കറിയാം വയ്യേ. ഈ കങ്കാരുവേ അത് പരിപാടി ഇവിടെ നമുക്കൊരു 10 കങ്കാരുവിന്റെ കാര്യങ്ങൾ എനിക്ക് തുണി തയ്ച്ചു തരണം. ഞാൻ ചോദിക്കട്ടെ, എനിക്ക് കല്യാണത്തിന് പോകണില്ല. നിനക്ക് ഇപ്പൊ ഈ ഗോതമ്പിന്റെ ഇറക്കാൻ കുറച്ചാ പോരെ? ഒരു മിനിറ്റ്. എന്റെ ഗോതമ്പ് പിടിക്കാനുള്ള ഈ ഒറയിലാണോ ഗോതമ്പ്? ഇത് കൊള്ളാമല്ലോ. ചെറുക്കൻ്റെ ആണോ? അവനോട് പറ പാന്റ് ഒന്നും പഴയത് കളയണ്ട. ഇല്ല എടുത്തിട്ടോ. ജോസിന്റെ മൂത്ത മോനെ എന്തോ വിഷമെന്ന് അറിയാമോ? അവന്റെ പേരെന്തുവാന്ന് പറഞ്ഞ പേര് സൈനേഡായിരിക്കും. സൈനേഡോ? അപ്പൊ വിഷമാന്ന ഇവൻ പറഞ്ഞു. സൈമൺ. സൈമന്റെ കാര്യം പറഞ്ഞപ്പോഴേ ഓർത്തെ.
എന്റെ വേണ അവനെ ഈ പിന്നെ നമ്മുടെ ഈ മെഴുകുതിരി കമ്പനിയിലെങ്ങാണ് ജോലി കിട്ടിയോ? അറിയത്തില്ല, ഇല്ല. അവൻ എനിക്കൊരു 1000 രൂപ തരാനുണ്ട്. ചോദിച്ചപ്പോ അവൻ നിന്ന് ഉരുകുന്നു. നീ എന്താ ഇന്ന് രാവിലെ ഓടാൻ വരാന്നേ? എന്റെ പൊന്നളവി, എന്റെ കാലിന്റെ ഈ 2 മൂട്ടും താപ്പിൾ ഭയങ്കര വേദന. അവിടെ പിന്നെ ഞാൻ ഇത് ഓടുന്നില്ലെന്ന് വെച്ചതാണ് കേട്ടോ. എടീ, രാവിലെ നിങ്ങൾ നടക്കാൻ പോവോ? ഞങ്ങൾ രാവിലെ രണ്ടിലും ഓടാൻ പോകുന്നു. ഇന്നവൻ വന്നില്ല. ഞാനും പോകുമായിരുന്നു സ്ഥിരം. പക്ഷേ രാവിലെ വെളുപ്പിനെ തെരുവ് പട്ടി ശല്യം ഭയങ്കരവാ. കടിക്കൂടാ അത്. പിന്നെ എന്നെ കടിക്കാൻ ഓടിച്ചില്ലയോ? എന്റെ പൊന്നെ, ഞാൻ ഓടിപ്പോയി നമ്മുടെ സ്കൂളിൽ പുതിയ പണിയ സ്കൂള് അല്ല, മതിലിനല്ല ഇപ്പൊ മൃഗങ്ങളുടെ പടങ്ങൾ വരച്ചു വെച്ചേക്കുവാ. ഒരു മതിനകത്ത് പുലിയുടെ പടം വരച്ചു വെച്ചേക്കുന്നത്. ഞാൻ അതിന്റെ മണ്ടേ ചാടി കയറി തിരിഞ്ഞു നോക്കിയപ്പോൾ പട്ടി തിരിച്ചോടുന്നു. പട്ടി തിരിച്ചോടിയേ? പട്ടി നോക്കിയല്ലോ പുലിയുടെ മണ്ട ചാടി കയറുന്ന ഞാൻ വീരനാന്ന് വിചാരിച്ചു. അതുകൊണ്ടാണ് പാട്ടിന് പോയി. മണ്ണെണ്ണയെല്ലാം കൂടെ എന്തിനു വെച്ചിരിക്കും ഇവിടെ നേരത്തെ? എന്റെ പൊന്നുമോനെ, അത് മണ്ണെണ്ണയല്ലത്. മണ്ണെണ്ണ പട്ടി കയറാതിരിക്കാൻ ഞാൻ ഉജാല കലക്കി വെച്ചിരിക്കല്ലേ. എടാ, സ്കൂൾ യൂണിഫോം എന്തായാലും കൊണ്ടാണ് പിള്ളേരുടെ എല്ലാ സാധനങ്ങളും കൊണ്ടുപോയി. ഞാൻ അതെല്ലാം പറഞ്ഞ് ഞാൻ ചെയ്തിട്ടുണ്ട്. എനിക്ക് എന്റെ തുണി ഇങ്ങനെ തയ്ച്ച് കിട്ടിയാൽ മതി. എത്ര തുണി ഇവിടെ ഗോതമ്പുണ്ടല്ലോ. ഗോതമ്പുണ്ട്. എന്നിട്ട് ഇന്നലെ പെങ്ങളെ ചെറുക്കൻ വന്നപ്പോ നിങ്ങൾ ഗോതമ്പില്ലെന്ന് പറഞ്ഞല്ലോ. പെങ്ങളെ ഇറക്കില്ല. അവന് മലയാളം പറഞ്ഞിട്ട് അവനറിയില്ല. അവൻ ഹിന്ദി മാത്രമാണ് സംസാരിക്കുന്നത്. അവൻ ഡൽഹിയിലല്ലേ പഠിച്ചേ? അവനോട് ഞാൻ പറഞ്ഞിട്ട് അവന് മനസ്സിലായില്ല. അപ്പൊ ഞാൻ പറഞ്ഞു, മോനെ ഗോ തമ്പ്, കാരണം മെഷീൻ കറണ്ടില്ല. ഞാൻ പറഞ്ഞു ഗോ തമ്പില്ല. ഗോ നീ പൊക്കോ, തമ്പില്ല, മെഷീൻ ഇല്ല. ഞാൻ വിചാരിച്ചു ഇവിടെ ഇത് സംഭവം ഇല്ലെന്നതാണ് ഇത് ഞാൻ കണ്ടിപ്പോ. ഗോതമ്പ് ഇരിപ്പുണ്ട്, കറണ്ടില്ല. ഇപ്പൊ ഞാൻ എന്ത് ചെയ്യാനാ? അളവ് അങ്ങെടുക്കണം. നിന്റെ ഷർട്ടിന്റെ, അയ്യോ ദൈവമേ, അതിന് എങ്ങനെ തീരുമെന്ന് എനിക്കറിയാൻ. ചേടാ ഫുള്ളാണോ? ഫുള്ള് വേണം. ഫുള്ള് വേണം? ഫുള്ള് വേണം. ഫുള്ള് വേണല്ലോ. ഇതെന്ത് ഹാഫാന്നോ ഫുള്ളാന്നോ ചോദിച്ചപ്പോ പിന്നെ ഞാൻ ചോദിച്ചത് ഹാഫ് കൈ ആണോ ഫുൾ കൈ ആണോ എന്ന്. ഫുൾ കൈ. ഫുൾ കൈ ആണോ? ഫുൾ കൈ ആകുമ്പം എത്ര നിങ്ങള് ഷർട്ട് എടുത്ത് എത്ര വെക്കും? എനിക്ക് ചുരുട്ടി വെക്കണം. ഇവിടെ വരെ ഞാൻ എന്നാ പിന്നെ ഹാഫ് കൈ പോലെ. ഫുൾ കൈ വേണം. ഇത് വെറുതെ ഇത്ര തുണി കളയുന്നേ. ചെറുക്കനൊരു നിക്കറ് വയ്ക്കരുതോ? അത് മനസ്സിൽ പിടിക്കത്തില്ല. ഇല്ലല്ലയോ? എഴുതി വെച്ചേക്കോ. എഴുതി വെച്ചേ. എന്റെ അണ്ണ, എനിക്ക് ബാക്കി സാധനം എന്താ? വീട്ടിൽ പണിക്കാരി ഇത് വലിയ ശല്യമല്ലോ. എന്തോ കുഴപ്പമാണോ? വീട്ടിൽ ഇവിടെ പണിക്കാരി നേരത്തെ പണിക്കാർ എന്തോ പണിക്കാർ എന്നെ വീട്ടിൽ പണി നടക്കുവാണോ? പിന്നല്ലാതെ വീട്ടിൽ പുകയില്ലാത്ത അടുപ്പ് പണിഞ്ഞോണ്ടിരിക്കുമല്ലോ. ആച്ചാരി, ഇപ്പൊ ഈ അരി കൊണ്ടുപോയി ഉണക്കി തിന്നാണ്. പുകയില്ലാത്ത അടുപ്പ് വെക്കാതെ പിന്നെ ഈ അരി കൊണ്ടുപോയി അങ്ങനെ തിന്നൂടാ. പുകയില്ലാത്ത അടുപ്പ് എന്ന് വീടിന്റെ അകത്തോട് പുക വരത്തില്ല. അത് ഉപയോഗിക്കാൻ വേണ്ടിയല്ലേ പറഞ്ഞത്. അന്ന് തലയ്ക്കെന്തോ പറ്റിയാണ്? എന്റെ പൊന്നുമോനെ ഒന്നും പറയാനില്ല. ഞങ്ങൾ കഴിഞ്ഞ ദിവസം മീൻ പിടിക്കാൻ പോയി. മീൻ പിടിക്കാൻ ചെന്നപ്പോഴത്തേന് അവിടെ 2 അവന്മാര് ഞങ്ങളെ അടിക്കണം. ഞങ്ങൾ 2 പേരും ഒറ്റയ്ക്കാ, അവന്മാർ 2 പേരാണ്. ഞാനും അമ്മാവനും മാത്രം. അമ്മ 2 പേരാ. എടാ, ഞാനും അമ്മാവനും ഒറ്റയ്ക്കല്ലേ ഉള്ളൂ. എന്നിട്ട് അടി അങ്ങോട്ട് തുടങ്ങി. ഞങ്ങൾ വിടുവോ? ഞങ്ങളെടുത്ത് ആറ്റിച്ചാടി 6 അക്കരെ കയറി. ഞങ്ങളുടെ വിധവും മാറി. പിന്നെ വിധം മാറുന്നതിന് ഇക്കരെ ഇന്ന് എന്തോ ചെയ്യാൻ അവന്മാര് ഓടി. ഞങ്ങള് ഞാൻ അളിയ ഒരു കാര്യം ചോദിക്കട്ടെ. എന്റെ മോന് ഇപ്പൊ 5 വയസ്സായി. അവന് ഷർട്ട് തയ്ക്കണമെങ്കിൽ എത്ര മീറ്റർ തുണിയാണ്? ഒരു 3.5 മീറ്റർ തുണി വേണ്ടി വരും. 3.5 മീറ്റർ വലിയ കണക്ക് 3.5 വേണ്ടായല്ലോ. അല്ല, മിനിമം 3 വേണ്ടി വരൂടെ. ആണെന്ന് ചോദിച്ചോ, കടണ്ടത് ചോദിച്ചോ. അണ്ണാ എന്റെ മോനെ 5 വയസ്സുണ്ട്. അവന് ഷർട്ട് തയ്ക്കണമെങ്കിൽ എത്ര മീറ്റർ തുണി വേണ്ടി വരും? ചെറുക്കനോ? അതിക്കുള്ള വരത്തില്ല. ഞാൻ വിശ്വസിക്കുന്നില്ല. അത്രയും തുണി ഞാൻ വേസ്റ്റ് ആവും. പിന്നല്ലാതെ അങ്ങനെ പാന്റ് തയ്ക്കണമെങ്കിൽ അതിനെത്ര? അതിന് 3 മീറ്ററെങ്കിലും കുറഞ്ഞത് വേണം. 3 മീറ്റർ വേണ്ട. അത്ര അതിക്കുള്ള വരത്തില്ല. എന്റെ ചെറുക്കന് ഞാൻ എനിക്ക് അളവ് പറഞ്ഞൂടെ? കറക്റ്റായിട്ട് പറഞ്ഞുണ്ട്. ഇവനൊക്കെ അളവില്ല നടക്കും അവനൊക്കെ. അതുപോട്ടെ, ഞാൻ ഒരു കാര്യം ചോദിക്കാൻ മറന്നു. നമ്മുടെ ഈ താഴെ കണ്ടത്തില് വരയുണ്ടോ? വരയോ? ഇല്ല, മീനെ പിടിക്കാൻ പറ്റുന്നോ? മീനെ പിടിക്കാനില്ല. എന്റെ മോന് വയറിളക്കവും ഭയങ്കര ഛർദ്ദിലും. അതിനകത്ത് അപ്പൊ ആശുപത്രി പെണ്ണുമ്പോൾ കൊണ്ടുപോയപ്പോൾ പറഞ്ഞു, ഡോക്ടർ പറഞ്ഞു വിരയ്ക്ക് ഗുളിക കൊടുക്കണം. അങ്ങനെ ഉണ്ടെങ്കിൽ 10 ഗുളിക വാങ്ങിച്ച് വിരയ്ക്ക് കൊടുത്തിട്ട് എനിക്ക് വീട്ടിൽ പോകാമല്ലോ. ഞാനിവിടെ മെനക്കെട്ട് നിൽക്കണ്ട. ശരി. പിന്നെ നീ വിരയ്ക്ക് ഗുളിക കൊടുക്കാനായിട്ട് പിന്നെ ഇറങ്ങണ്ട. ഒരു പോക്കിനെ 2 ക്ലാസ് സാധിക്കാം. ഇത്ര കഴുതിയായിപ്പോ പെണ്ണുപിള്ള പറ വിരയ്ക്കല്ല, കുഞ്ഞിനെ കൊടുക്കണ്ട കേട്ടാ. എന്റെ ഫോണാണല്ലോ പിന്നെ അടിക്കുന്നു. ഹലോ. നീ വിളിച്ചപ്പോഴേ അത് വന്നോ? എന്തോ പറയാ, ഞാനൊരു അത്യാവശ്യ കേസായിട്ട് ശല്യം വന്നില്ല. അണ്ണാ എലി തല്ലിക്കൊല്ല. എലി ഇരിക്കുന്നില്ല. എന്നിട്ട് നീ അവിടെ വന്നോ? ഇല്ല അവിടെ അല്ലല്ല, അതല്ല പറഞ്ഞ. അതല്ല, അതിന്റെ പുറത്തോട്ട് പോയി. സോറി.
എടാ അതല്ല ഇല്ല ഇല്ല അങ്ങനെ ഒരു വിഷയം ഇല്ലല്ലോ അവിടെ ഞങ്ങൾ അങ്ങനെ ഒരു വിഷയമില്ല. എടാ, ഓ എടാ പോയി ചെയ്യട്ടോ എലി എന്തി ചാക്കിലേറെ കയറിയിട്ടുണ്ട്. ആ അത് എന്നിട്ട് അവിടെ 10 മണിയാകുമ്പോൾ അവിടെ വരുമോ? 10 മണിയാകുമ്പോൾ വരണം. അല്ലില്ല അവിടെ 7 മീറ്റർ അല്ല ഉള്ളോ? എന്നെ തല്ലുന്നു. ഇങ്ങോട്ട് മാറി നിൽക്ക് മനുഷ്യ. എലി കയറുമ്പോ അവിടെ കയറി നിൽക്കണം. എന്റെ വീട്ടിൽ വന്നിട്ട് എന്നെ തല്ലോടെ രണ്ടും കൂടെ കുളിക്കണേ. നീ എന്നെ എന്താ ചെയ്തത്? അയ്യോ ഇപ്പം കിട്ടിയാ സമാധാനമായി. ആ കോളൊന്ന് അറ്റൻഡ് ചെയ്യാൻ പറ്റി. നല്ലൊരു കയ്യടി. പുതിയതായിട്ട് വന്ന മണിക്കുട്ടൻ ചേട്ടൻ എടുത്ത് തുടങ്ങാം അല്ലേ? അങ്ങനെ മണിക്കുട്ട ചേട്ടൻ ബിജുക്കുട്ടൻ ചേട്ടൻ എന്നുള്ള മൂഡിലങ്ങായി പോയി. മണിക്കുട്ട അപ്പുറം ആ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഇത് രണ്ടും കൂടെ ഒരു ക്ലാഷ് ഉണ്ടല്ലോ, അതായത് തയ്യക്കടയും റേഷൻ കടയും തമ്മിൽ. എൻ്റെ വീടിൻ്റെ അടുത്ത് ഇതേപോലെ ഒരു സംഭവം ഉണ്ട് കേട്ടോ. ഞങ്ങൾ പോകുന്ന തയ്യക്കടയും റേഷൻ കട അടുത്തടുത്താണ്, പക്ഷെ ഇങ്ങനെ മാറിയിരുന്ന് ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. പിന്നെ എനിക്ക് ആ തയ്യക്കടയുടെ പേര് ഇഷ്ടപ്പെട്ടു, തങ്കൻ ചേട്ടൻ്റെ തയ്യക്കട. സോഷ്യൽ മീഡിയയിൽ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെടുന്ന ഒരു പേരാണ്. പിന്നെ ഒരുപാട് ചിരിക്കാനായിട്ടുള്ള നല്ല നല്ല മുഹൂർത്തങ്ങളുണ്ടായിരുന്നു. ഒരുപാട് രസമുണ്ടായിരുന്നു. എനിവേ താങ്ക് യു. ബിജുക്കുട്ടാ മോനെ മാറ്റിയല്ലേ ഇതാ ഇന്ന് മാറും. ഇന്ന് കൺഫ്യൂഷൻ അടിച്ചാൻ ചാവും. എനിക്ക് തോന്നുന്നത് നന്നാക്കാമായിരുന്ന ഒരു കണ്ടന്റ് ആയിരുന്നു കേട്ടാ. നിങ്ങൾക്ക് ശരിക്കും വഴങ്ങാവുന്ന ഒരു കണ്ടന്റാണ് നിങ്ങൾ എടുത്തത്. പക്ഷെ എനിക്ക് തോന്നുന്നത് ആദ്യം അങ്ങോട്ട് എന്താ എനിക്ക് റിഹേഴ്സലിന്റെ കുറവുണ്ടായിരുന്ന പെട്ടെന്ന് കിട്ടിയൊരു കണ്ടന്റാണ്. പക്ഷെ നിങ്ങളുടെ കൈകളിൽ ഒതുങ്ങുന്ന ഒരു കണ്ടന്റ് ആയിരുന്നു. കാരണം നിങ്ങൾക്ക് ആർമാദിക്കാൻ പറ്റിയൊരു സാധനമായിരുന്നു. ആ എലിനെയൊക്കെ തല്ലിക്കൊള്ളുന്ന സംഭവമൊക്കെ ഭയങ്കര ലൈവായിട്ടുണ്ട്. അത് ഭയങ്കര രസമുണ്ട്. അതുപോലെ കുറേ കൗണ്ടറുകൾ ചെയ്യാൻ പറ്റിയൊരു സംഭവമായിരുന്നു. കാരണം ഒന്നാമെന്ന് പറഞ്ഞാൽ ഈ കൺഫ്യൂഷൻ ഭയങ്കര ഉണ്ടായിരുന്നു ഇതിനകത്ത്. ആ കൺഫ്യൂഷനിലൊക്കെ നമുക്ക് കുറേ കൗണ്ടറുകളും കാര്യങ്ങളൊക്കെ ചെയ്യായിരുന്നു. കാരണം അതിന് ആ ടേപ്പൊക്കെ എടുത്ത് വായിൽ വെക്കുന്ന സംഭവം ഉണ്ടല്ലോ. അതുപോലെ തന്നെ ഈ റേഷൻ കടയിൽ വന്ന ആ എനിക്ക് ആ പാൻറ്റിൻ്റെ ആ സാധനം ഭയങ്കര ഇഷ്ടപ്പെട്ടു. പാൻറ്റ് ഗോതമ്പ് അത് നല്ല രസമാണ്. അതിനൊരു കയ്യും കൂടി വെച്ചെങ്കിൽ അത് പുറത്തോട്ട് കിട്ടെങ്കിൽ ഒന്ന് ഒരു പ്ലേ ഒക്കെ ഉണ്ടായിരുന്നെങ്കിൽ. കാരണം അത് ആദ്യമായിട്ട് കണ്ടാണല്ലോ നമ്മൾ, ഇതുവരെ കണ്ടിട്ടില്ല അങ്ങനത്തെ സാധനം. അല്ല നമുക്ക് വേണമെങ്കിലും ഉപയോഗിക്കാം അത്. അതെ നല്ല ഐഡിയ. പഴയ പാൻറ് കളയണ്ട. അല്ല നല്ല ഐഡിയ ആണ് അത്. പക്ഷെ അലക്ക് ഉപയോഗിക്കുന്ന ആളായിരിക്കണം. നമുക്ക് വളരെ അറിയാവുന്ന ഒരാളുടെ പാൻറ് ആയിരിക്കണം. അതെ അതെ. അങ്ങനെ നിങ്ങൾക്ക് ഇരിക്കാൻ പറ്റാത്തൊരു സ്ഥിതി ഉണ്ടായെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഇരുന്ന് ഇത് വർക്കൗട്ട് ചെയ്യാൻ പറ്റാത്ത ഒരു സ്ഥിതി വന്നിട്ടുണ്ട്. അല്ലെങ്കിൽ നിങ്ങൾ ഇതുപോലത്തെ കുറേ കൗണ്ടറുകൾ കയറ്റിയാനെന്ന് തോന്നുന്നുണ്ട്. ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നന്നായിരുന്നു. വേറെ മോശം സ്കിറ്റായിട്ട് നമുക്ക് പറയാൻ പറ്റൂല. നല്ല സ്കിറ്റ് തന്നെയായിരുന്നു. നിങ്ങൾ വിചാരിച്ചെങ്കിൽ ഒരുപാട് സൂപ്പർ ഹിറ്റായിട്ടുള്ള സ്കിറ്റായിട്ട് മാറ്റായിരുന്നു മാത്രമേ ഉള്ളൂ. അടുത്ത പ്രാവശ്യം വരുമ്പോൾ അത് ഗംഭീരമായിട്ട് ചെയ്യുക കേട്ടോ. ഓക്കെ, ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു നസീർക്ക. നല്ലതായിരുന്നു. ആ കൂടെ തന്നെ ചില പോരായ്മകളും ഒക്കെ ഉണ്ട്. എന്തോ റിഹേഴ്സലിൻ്റെയോ സബ്ജക്റ്റിൻ്റെ ഒക്കെ ആണെന്ന് തോന്നുന്നത്. അത് സബ്ജക്റ്റ് വലിയ കുഴപ്പമില്ലാത്തതാണ്. നമുക്ക് വേണമെങ്കിൽ ചെയ്തെടുക്കാൻ പറ്റുന്ന സാധനമാണ്. നിങ്ങളിൽ നിന്നുള്ള ചിരി വേറൊരു ലെവൽ ചിരിയാണല്ലോ വന്നുകൊണ്ടിരിക്കുന്നത്. ആ ചിരിയിലേക്ക് നമുക്ക് എത്തിപ്പെടാനായിട്ട് പറ്റിയില്ല. പക്ഷേ ഉള്ള കൗണ്ടറുകളൊക്കെ നല്ല മുറ്റ് കൗണ്ടറുകളാണ്. അതെല്ലാം ഫ്രഷ്നെസ് ഉള്ളതാണ്. നല്ല ഫ്രഷ് കൗണ്ടറുകളൊക്കെയാണ്. ഇത് മോശമാണെന്നല്ല, പക്ഷെ നിങ്ങളുടെ ആ ഒരു റേഞ്ച് വെച്ചിട്ടുള്ള നമ്മുടെ കാഴ്ചപ്പാടാണ്. നിങ്ങൾ കളിച്ചു വെക്കുന്ന റേഞ്ച് ഉണ്ടല്ലോ, നിമിഷ നേരം പോലും നിങ്ങൾ റെസ്റ്റ് കൊടുക്കാതെയാണ് കൗണ്ടർ തന്നുകൊണ്ടിരിക്കുന്നത്. തയ്യക്കടയ്ക്ക് ഉള്ള സാധനത്തിനും അതിൻ്റെതായ ഇമ്പോർട്ടൻ്റ് ഉള്ള കൗണ്ടറുകളും കാര്യങ്ങളൊന്നും അവിടെയും വീണില്ല. റേഷൻ കടയ്ക്ക് പിന്നെ അവിടെ ഇവിടെയൊക്കെ ഏതാണ്ടൊക്കെ ഈ പറയുന്ന പാൻറ്റിൻ്റെ സാധനമേ, ഈ ഓസ്ട്രേലിയയുടെ സാധനമേ, ഇങ്ങനെയൊക്കെ ഉള്ള കുറേ സാധനങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ ഒന്നുകൂടെ ഒന്ന് ആഞ്ഞു പിടിച്ച് കുറച്ചുകൂടെ സമയം ഇതിനു വേണ്ടി കണ്ടെത്തിയിരുന്നെങ്കിൽ വേറെ ലെവലിൽ നിന്നേനെ. കാര്യം നിങ്ങളുടെ കൈ കിടക്കാവുന്ന ഒരു സാധനമാണ് നിങ്ങൾ തിരഞ്ഞെടുത്ത സബ്ജക്റ്റ്. സാരമില്ല, എപ്പോഴും എല്ലാം ഒരേപോലെ ആയിരിക്കുമല്ലോ. ചെറിയ മാറ്റങ്ങളൊക്കെ സംഭവിക്കണം, എന്നാലേ നിങ്ങൾക്കും വാശി ഉണ്ടാവുള്ളൂ. ഓക്കെ, അപ്പോൾ ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു. ആരാണ് ആദ്യം? ഞാൻ കൊടുക്കാം. എത്ര? ഞാനൊരു 12,000 രൂപ കൊടുക്കാം. 12,000 രൂപ. നസീർക്ക ഇപ്രാവശ്യം മണിക്കൂട്ട ഹൈഡ് ചെയ്യട്ടെ. അത്രേ ഉള്ളൂ. അപ്പൊ ഞാനൊരു 10,000 രൂപ കൊടുക്കാം. അപ്പൊ 12ഉം 10ഉം 22,000 രൂപ ആയിട്ടുണ്ട്. ബാക്കി ഹൈഡ് ചെയ്ത് അങ്ങോട്ട് GPay അയച്ചോ. ടോട്ടൽ എമൗണ്ട് 55,000 രൂപ. പക്ഷെ നമുക്ക് ഇതുപോലെ നമുക്ക് 75 ഒന്നാ, അത് മതി നമുക്ക്. ഓക്കെ, അടുത്ത പ്രാവശ്യം അങ്ങനെ സെറ്റ് ആക്കി വരണം. ഓക്കെ, തീർച്ചയായിട്ടും. ഫ്ലവേഴ്സിന്റെ പിൻബലത്തോടെ 24ന്റെ പുതിയ സംരംഭം 24 സ്റ്റഡി അബ്രോഡ്. വിദേശ പഠനം ഇനി സുരക്ഷിതം. 1600-ലധികം സർവകലാശാലകളും 1,00,000+ കോഴ്സുകളും. UG, PG, ഡിപ്ലോമ, MRS വരെ ലോകമെമ്പാടുമുള്ള സാധ്യതകൾ. കൗൺസിലിംഗ് മുതൽ വിസ വരെ, ഫോറക്സ്, ലോൺ, ട്രാവൽ, അക്കോമഡേഷൻ എല്ലാം ഒറ്റ ടെച്ചിൽ. www.24studyabroad.com. കുടുംബങ്ങളോടൊപ്പമുള്ള ആത്മബന്ധം. ഫ്ലവേഴ്സ് ആൻഡ് 24 വിശ്വാസത്തിന്റെ ഉറപ്പ്. 24 സ്റ്റഡി അബ്രോഡ്. വിദേശ പഠനം ഇനി സുരക്ഷിതം. വിദേശ പഠനം ആഗ്രഹിക്കുന്നവർ ഉടൻ വിളിക്കൂ 9001 80000120. ഫ്ലവേഴ്സ് കോമഡി ഐറ്റം വേറെ ഒരു
5-8 പേര് നല്ല സുന്ദരി കുട്ടികളായിട്ട് ഡ്രസ് ചെയ്ത് നിപ്പുണ്ട്. അവരുടെ വക ഒരു ഉഗ്രം പെർഫോമൻസ് നമുക്ക് വേണ്ടിയിട്ട് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ആണോ? ന്യൂ ആതിരുന്നിലാവ് ഹർഷധ്വനി അവരാണ് നമുക്ക് വേണ്ടി പെർഫോം ചെയ്യാൻ പോകുന്നത്. അവരാണ് നമ്മുടെ ഈ എപ്പിസോഡ് നമ്മുടെ ഓഡിയൻസ് ആയിട്ട് നമുക്ക് വേണ്ടിയിട്ട് കൈയടിച്ചോണ്ടിരുന്നത്. മക്കളെ വാ, ഈ വേദി ഇനി നിങ്ങൾക്കുള്ളതാണ്. അതെ അതെ. കൊച്ചുകുഞ്ഞിന്റെ അച്ഛനൊരു കച്ച വാങ്ങാൻ പോയി. കൊച്ചിയിലെ കൊച്ചലയിൽ തോണി മുങ്ങിപ്പോയി. ഇരുന്ന ചമ്പരത്ത് റാഞ്ചി കൊണ്ട് പോയി. തെക്കൊരു തൈമണലിൽ കൊണ്ട് ചെന്ന് വെച്ച് കാർത്തികയൻ വളർത്തിയൊരു മൂത്ത മകൾ കാത്തു. കാത്തു നിന്നെ തോട്ട വീരം തോർത്തു കാത്തു നിന്റെ തോട്ടങ്ങളും കൂട്ടമുള്ളിൽ കോർത്തോ. കാത്തു നിന്റെ തോട്ട വീരം തോർത്തു നോക്കടി കാത്തു. കാർത്തികയൻ വളർത്തിയൊരു മൂത്ത മകൾ കാത്തു. കാത്തു നിന്നെ തോട്ട വീരം ഓർത്തു നോക്കടി കാത്തു. കാത്തു നിന്റെ തോട്ടങ്ങളും കൂട്ടമുള്ളിൽ കോർത്തോ. കാത്തു നിന്റെ തോട്ട വീരം ഓർത്തു നോക്കടി കാത്തു. ഇടയ്ക്കിട്ടൊക്കെ എന്നോട് മിക്കാൻ നിനക്ക് തടി ചെയ്തോ. കാർത്തികയൻ വളർത്തിയൊരു മൂത്ത മോളെ കാത്തു. കൊണ്ടാവാടി റോട്ടിലൊരു പാമ്പ്. ചേനയില്ല തണ്ടനല്ല മനുഷ്യൻ തണ്ടൻ പാമ്പ്. ഇടയ്ക്കിട്ടൊക്കെ എന്നോട് മിക്കാൻ നിനക്ക് തടി ചെയ്തോ. കാർത്തികയൻ വളർത്തിയൊരു മൂത്ത മോളെ കാത്തു. കൊണ്ടാവാടി റോട്ടിലൊരു പാമ്പ്. ചേനയില്ല തണ്ടനല്ല മനുഷ്യൻ തണ്ടൻ പാമ്പ്. പൊട്ടൊപ്പം കൊട്ടാങ്ങളെ കൊയിലപ്പം വിളിയാങ്ങള ഏലൂരിൻ കുഞ്ഞിക്കണ്ണൻ കുഞ്ഞാങ്ങളെ നല്ലൊരു കാങ്ങള പാട്ടിത്തരൂ വാങ്ങി നല്ലൊരു പെങ്ങന്മാരും നാട്ടിത്തരാ. ഇന്ന് പോവണ്ടാങ്ങിലെ നാളെ പോവണ്ടാങ്ങിലെ ഇന്നത്തൊരു തന്തി ഉറങ്ങിയിട്ട് നാളെ പോകാം. പൊട്ടപ്പം കൊട്ടാങ്ങിലെ കൊയിലപ്പം വിളിയാങ്ങളെ ഏലൂരിൻ കുഞ്ഞിക്കണ്ണൻ കുഞ്ഞാങ്ങളെ. കുഞ്ഞാങ്ങളെ ഞാനറിയില്ല, കുഞ്ഞാങ്ങളി മെന്നറിയില്ല. പാട്ടൊപ്പം പാടാങ്ങില കുഞ്ഞാങ്ങളെ കണ്ണുറുമ്പി കതൊല്ല മുട്ടിക്കാടി നീ നിന്റെ മുടിയെടുത്താടി കളിക്കുമ്പോ അകനാട്ടും പുറന്നാട്ടും തന്നാണല്ലേ. ഇന്ന് പോവണ്ടാങ്ങിലെ നാളെ പോവണ്ടാങ്ങിലെ ഇന്നത്തൊരു സന്ധി ഉറങ്ങിയിട്ട് നാളെ പോകാം. കൊട്ടപ്പം കൊട്ടാങ്ങിലെ കൊയിലപ്പം വിളിയാങ്ങിലെ ഏലൂരി കുഞ്ഞിക്കണ്ണൻ കുഞ്ഞാങ്ങളെ. പന്തോട്ടത്തിൽ ചീനമരത്തോട് ചാരി നിന്ന് കൊയില് വിളിക്കണ കുഞ്ഞാങ്ങില്ല വിത്തില തിന്നോന്ന് ചോദിരമ്മ. ചീനിപ്പന്തോട്ടത്തിൽ ചീനമരത്തോട് ചാരി നിന്ന് പൊട്ട് കൊട്ടണ കുഞ്ഞാങ്ങില്ല കൂട്ടാങ്കോലാണൊന്ന് ചോദിരമ്മേ. ചീനിപ്പന്തോട്ടത്തിൽ ചീനമരത്തോട് ചാരി നിന്ന് പാട്ട് പാടണ കുഞ്ഞാങ്ങില്ല പെങ്കോടി ഉണ്ടോന്ന് ചോദിരമ്മേ. കുഞ്ഞിപ്പെണ്ണ നീലിപ്പെണ്ണ ഇങ്ങോട്ടടുത്തടി വന്ന് അപ്പൂപ്പണ്ണ് കെട്ടിച്ച മടി എന്റെ മോളെ. കൊട്ടപ്പം കൊട്ടാങ്ങില്ല കൊയിലപ്പം വിളിയാങ്ങില്ല ഏലൂരിൻ കുഞ്ഞിക്കണ്ണൻ കുഞ്ഞാങ്ങളെ. ഇതാണ് ന്യൂ ആതിരനിലാവ് ഹർഷധ്വനി നമുക്ക് വേണ്ടിയിട്ട് കുറച്ചു മുമ്പ് പെർഫോം ചെയ്ത ഗടാഗടിയും ടീം. ഒരു നല്ല കൈഡി കേട്ടോ. എല്ലാരും ഒന്നിനൊന്നും വെച്ചാൽ ആദ്യം അവരൊന്ന് പരിചയപ്പെടാം. തീർച്ചയായിട്ടും അങ്ങ് അറ്റത്തൂന്ന് വരാം നമുക്ക്. എന്റെ പേര് അനിക, ഞാൻ 10th പഠിക്കണേ. ഏത് സ്കൂളിലാ? സെന്റ് മേരീസ് GHS കുർക്കാട്ടുശ്ശേരി. കുർക്കാട്ടുശ്ശേരി. ഓക്കെ. എന്റെ പേര് ഷാൻഗ്രീല, ഞാൻ +2 കഴിഞ്ഞു. പഠിച്ചത് SNDP HSS പാലിശ്ശേരിയിൽ. പാലിശ്ശേരി. ഓക്കെ. എന്റെ പേര് ശിവന്യ, ഞാൻ ഇപ്പൊ +1 പഠിക്കുന്നു. ഏത് സ്കൂളിലാ? SNDP HSS പാലിശ്ശേരി. പാലിശ്ശേരി. ഓക്കെ. എന്റെ പേര് അനശ്വര, ഞാൻ +2 കഴിഞ്ഞു. സൊക്രോസോല് മാളയിൽ. ഓക്കെ. എന്റെ പേര് ഗൗരിനന്ദ, ഞാൻ 9th പഠിക്കുന്നു.
സക്രോസ മാളക്കോട്ട്. ഓക്കെ. ആ, എൻ്റെ പേര് നവനീത. ഞാൻ 7th സ്റ്റാൻഡേർഡ് പഠിക്കുന്നു, സെന്റ് ജോർജ് CP സ്കൂളിൽ. ഇതാണ് ടീം ലീഡർ. ടീം ലീഡർ. ഞാൻ സജിനി, ഫാർമസിസ്റ്റ് ആണ്. നിലവിൽ മാളയിൽ ഗവൺമെന്റ് ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യണു. എൻ്റെ പേര് ബിന്ദിയ. ഞാൻ +2 കഴിഞ്ഞു. ഏത് സ്കൂളിലാണ് ഇന്ത്യ? സൊക്കോർസോ മാള. എൻ്റെ പേര് അഞ്ജലി. ഞാൻ BBA കഴിഞ്ഞു. ഇപ്പം ഞാൻ ഭരതനാട്യത്തിൽ ഡിപ്ലോമ ചെയ്യാണ്. അടിപൊളി. പിന്നെ ഞാൻ ഒരു ഡാൻസ് ഇൻസ്റ്റിറ്റ്യൂട്ട് റൺ ചെയ്യുന്നുണ്ട്, നാട്യാഞ്ജലി. അടിപൊളി അടിപൊളി. എൻ്റെ പേര് ആർച്ച. ഞാൻ 9th പഠിക്കുന്നു, സൊക്രോസോ. എൻ്റെ പേര് ആദിത്യ. ഞാൻ എഞ്ചിനീയറിംഗിന് പഠിക്കുന്നു, KKS ഗവൺമെന്റ് ITI മാള. അടിപൊളി. എൻ്റെ പേര് മീനാക്ഷി. ഞാൻ കുഴിക്കാട്ടുശ്ശേരിയിൽ +2 പഠിക്കും. ഓക്കെ. സജിനാണോ പഠിപ്പിക്കുന്നത്? പഠിപ്പിക്കുന്നത് അഞ്ജലിയാണ്. ശരി. ഇവരെല്ലാരും മാനേജ് ചെയ്ത് ഇവരെ കൊണ്ടുപോവുക, പെർഫോം ചെയ്യിക്കുക, അവരെ എല്ലാവരും കൂടി കോർഡിനേറ്റ് ചെയ്താണ് ഇപ്പൊ പ്രോഗ്രാം ചെയ്യണത്. എത്ര വർഷമായിട്ട് നിങ്ങൾ ഇപ്പൊ നമ്മൾ കഴിഞ്ഞ സീസൺ ഫുൾ ചെയ്തു. ഇതിനു മുമ്പ് നമ്മളൊരു 1.5 വർഷത്തോളം വേറൊരു ഇതിൽ ചെയ്തായിരുന്നു. ഇപ്പൊ നിലവിൽ നമ്മൾ തുടങ്ങിയിട്ട് 1 വർഷം കഴിഞ്ഞു. കഴിഞ്ഞ സീസൺ ഒരു 160 സ്റ്റേജോളം അടിപൊളി ചെയ്യാൻ സാധിച്ചിട്ടുണ്ട്. നമ്മുടെ ടീമിൽ 5 പേരാണ് ഇപ്പൊ മിസ്സിംഗ് ഉള്ളത്. മൊത്തം 17 പേരാണ്. നിതില ഷിജോ, വിസ്മി സുജിത്ത്, വൈഗ പ്രസന്നകുമാർ, നന്ദന, അനുകൃഷ്ണ. വലിയ ചേച്ചിമാരെയൊക്കെ നമ്മൾ കണ്ടാക്കണം. അത് വെച്ച് നോക്കുമ്പോൾ നിങ്ങൾ അവരത്രയും തന്നെ എഫേർട്ട് ഇട്ട് കളിക്കുന്നുണ്ട്. മണിച്ചേട്ടൻ്റെ എന്താ പറഞ്ഞ പഞ്ച് കളയാതെ തന്നെ ആ പാട്ടിനേലും പഞ്ചായിട്ടാണ് നിങ്ങൾ കളിക്കണത്. ഞാൻ ഒരു കാര്യം, ഇയാൾക്ക് മാത്രം എന്താ കോസ്റ്റ്യൂം ഇല്ലാത്തത്? സെറ്റ് സാരി ആൾക്ക് സൈസിന് കിട്ടാറില്ല. അല്ല, എനിക്ക് തോന്നുന്നു ചെറുതൊക്കെ കിട്ടും. ഇവിടെ ഒക്കെ പെർഫോം ചെയ്യാൻ പറ്റുന്ന കുട്ടികളൊക്കെ ഇതിലും ചെറുതൊക്കെ ഉണ്ട്. അവർക്ക് സാരി എടുത്തുന്നല്ല. ഞങ്ങൾ കുറച്ച് ആൾക്ക് ഞങ്ങൾ ഡിഫറെന്റ് ആയിട്ട് നിൽക്കട്ടെ, കുറച്ച് അറ്റൻഷൻ കിട്ടട്ടെ. അല്ല, എന്നാലും അതല്ല, ചെറുതാണെങ്കിലും ഒരു സാരി കൊടുത്താൽ നന്നായിരിക്കും. അതായിരിക്കും. പക്ഷേ ഈ ഡ്രസ് അടിപൊളിയാ. പക്ഷെ എന്നാലും ചേച്ചിമാരുടെ കൂടെ ഒന്ന് പിടിച്ചു നിൽക്കാനായിട്ട് ഒരു എന്താ പറഞ്ഞ ഒരു കോസ്റ്റ്യൂമിന്റെ കുറവും കൂടി ഉണ്ട്. സെറ്റ് ചെയ്യാം നമുക്ക്. അതെ അതെ, അത് വേണം എന്തായാലും. അവനൊട്ടനാണ് നമ്മുടെ ഹൈലൈറ്റ്. എവിടെ ചെന്നാലും ആരാധകര് ആളുടെ ചുറ്റും ഉണ്ടാവും. നിങ്ങളുടെ പെർഫോമൻസ് കണ്ട ആരും കൈകൊട്ടി പോകും. അത്ര മനോഹരമായിട്ടുള്ള കൈകൊട്ടി കളിയുടെ ഒരു കോർഡിനേഷൻ ഒക്കെ ഉണ്ടായിരുന്നു. താങ്ക് യു ചേട്ടാ, താങ്ക് യു. ഇപ്പൊ ഈ കൈകൊട്ടി കളിയിലേക്ക് നിങ്ങൾ വരാനായിട്ട് എന്താണ് നിങ്ങളുടെ ഒരു ഞങ്ങള് എന്റെ ആന്റിയാണ്, എന്റെ മാമന്റെ വൈഫാണ്. അപ്പോ പിന്നെ എന്റെ അനീത്തിയാണ്. അപ്പോ ഞങ്ങളിങ്ങനെ ഫാമിലി ആയിട്ട് ഞങ്ങൾ ഡാൻസ് കളിക്കാനും, ഞങ്ങള് ഒരു ഡാൻസ് ക്ലാസ്സിൽ പഠിച്ച പിള്ളേരാണ് ഞങ്ങള് കുറച്ച് പേരൊക്കെ. അപ്പൊ അങ്ങനെ ഞങ്ങളിങ്ങനെ ഒരു കൈകൊട്ടിക്കളി തുടങ്ങാം, അങ്ങനെ തുടങ്ങി ഇപ്പൊ ഇവിടം വരെ എത്തി. ഇത് കലാഭവൻ മണിച്ചേട്ടന് നൽകുന്ന ഏറ്റവും വലിയ ട്രിബ്യൂട്ടാണ് കേട്ടോ. നിങ്ങൾ ആ സോങ് ഒക്കെ എടുത്തിട്ട് അദ്ദേഹം ഭയങ്കരമായിട്ട് സന്തോഷിക്കുന്നുണ്ടാവും. അദ്ദേഹത്തിന്റെ ഒരു പ്രാർത്ഥന അനുഗ്രഹം എന്നും നിങ്ങൾക്ക് ഉണ്ടാവും കേട്ടോ. താങ്ക് യു. അപ്പം ന്യൂ ആതിര നിലാവ് ഹർഷധ്വനി അല്ലേ? ഒത്തിരി സന്തോഷം. ഞങ്ങൾ ഒത്തിരി ഹാപ്പിയായി. ഞങ്ങൾക്ക് എനർജിയുടെ വേറൊരു ലെവലിലേക്ക് കൊണ്ടുപോയി. താങ്ക് യു സോ മച്ച് എല്ലാവർക്കും. അങ്ങനെ ഇന്നത്തെ സ്കിറ്റ് കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. നമ്മുടെ കുടുംബത്തിലേക്ക് ആദ്യമായിട്ട് വന്നു കയറിയ മണിക്കുട്ടനോട് എങ്ങനെയുണ്ടായിരുന്നു അല്ലേ? അതെ അതെ അതെ. നമ്മുടെ എപ്പിസോഡ് എങ്ങനെയുണ്ട്? ഇത് ഐറ്റം വേറെ എങ്ങനെയുണ്ടായിരുന്നു? ഇത് ഐറ്റം വേറെ തന്നെ മോനെ, വേറെ കൂടുതലൊന്നും പറയാനില്ല. ഗംഭീരമായിട്ട് ഞാൻ എൻജോയ് ചെയ്തു. ഒരുപാട് ഞാൻ ചിരിച്ചു. ഇവിടെ ആദ്യമായിട്ട് വരുന്ന എല്ലാരും പറയുന്ന കാര്യമാണ് ഇനിയും ഇവിടെ വരണം എന്ന ആഗ്രഹമുണ്ട്. അങ്ങനെ ആ സെയിം അഭിപ്രായം തന്നെയല്ലേ? അല്ല, ഇനി ഞാൻ ഇവിടെ വരും. ഈ പഴയ ജഡ്ജസിന്റെ കൂടെ ഒരു പുതിയ ജഡ്ജിന്റെ ആവശ്യമുണ്ട്. ഇവിടെ ആർട്ടിസ്റ്റുകൾ സ്കിറ്റിന് കോമ്പീറ്റ് ചെയ്യുന്ന പോലെ അവിടെ ജഡ്ജ് സീറ്റിന് വേണ്ടി കുറെ അധികം ആർട്ടിസ്റ്റുകൾ കോമ്പീറ്റ് ചെയ്യുന്നുണ്ട്. ഞാൻ സേഫാ, ഞാനും ഓക്കെ നസീർക്ക. അപ്പോ ഇന്ന് തൽക്കാലം എല്ലാവരും സുഖമായിട്ട് പോയി കിടന്നുറങ്ങുക. ന്യൂ ആതിര നിലാവിന്റെ ഹർഷധ്വനി അവരാണ് നമുക്ക് ഇന്ന് ഓഡിയൻസ് ആയിട്ട് വന്നത്. അടിപൊളിയായിരുന്നു. നിങ്ങൾ നന്നായിട്ട് നമ്മളെല്ലാ ആർട്ടിസ്റ്റുകളെയും സപ്പോർട്ട് ചെയ്തു. വയ്യ, ചിരിച്ച് മതിയായി. ഇനി അടുത്ത എപ്പിസോഡിൽ ഇതിൽ നല്ല സ്കിറ്റുകളുമായിട്ട് നിങ്ങളെ ചിരിപ്പിക്കാൻ നമ്മുടെ ആർട്ടിസ്റ്റുകൾ വരും. അതുവരെ ദിസ് ഇസ് ബൈ ഫ്രം ജീവ ആൻഡ് ബൈ ഫ്രം ഫ്ലവേഴ്സ് കോമഡി. ഇത് ഐറ്റം വേറെ. ഗുഡ് നൈറ്റ്.